നമസ്കാരം. പ്രൈം ഡിബേറ്റ് ആരംഭിക്കുകയാണ്. അഭിമന്യു കൊലക്കേസിൽ പ്രധാന പ്രതികൾ കേരളം വിട്ടതായി പോലീസ് കരുതുന്നു. പ്രതികൾ ആരും SDPI-കാരല്ലെന്ന് ആ പാർട്ടി ആവർത്തിക്കുമ്പോഴും 6 പേരും SDPI ശക്തി കേന്ദ്രത്തിൽ നിന്നുള്ളവരാണെന്ന് പോലീസ് ഉറപ്പിച്ചു പറയുന്നു. മുഖ്യപ്രതി മുഹമ്മദിനായി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി. ഇതിനിടെ CPM-നെതിരെ രാഷ്ട്രീയ വിമർശനവുമായി PK കുഞ്ഞാലിക്കുട്ടിയും വന്നു. SDPI-യെ ഒളിഞ്ഞും തെളിഞ്ഞും സഹായിക്കുന്നത് CPM ആണെന്നാണ് കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. അത് മനസ്സിലാക്കാൻ മലപ്പുറത്തേക്ക് വരാനും ക്ഷണിച്ചു. അഭിമന്യുവിന്റെ കൊലപാതകത്തിൽ തീർത്തും ഒറ്റപ്പെട്ട പോപ്പുലർ ഫ്രണ്ടും SDPI-യും പോലീസിനെ സമ്മർദ്ദത്തിലാക്കാൻ സമരമെന്ന രാഷ്ട്രീയ തന്ത്രവുമായി തെരുവിലിറങ്ങി. പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. SDPI-യുടെ സമര സമ്മർദ്ദം വിലപ്പോകുമോ? FB പോളിലൂടെ പ്രേക്ഷകർക്ക് അഭിപ്രായം പങ്കുവെക്കാം. നാടപലപിച്ച ഞെട്ടിയ ഒരു കേസിൽ, കൊലപാതക കേസിൽ അന്വേഷണം മുന്നോട്ട് പോകുന്ന ആദ്യ ദിവസങ്ങളിൽ തന്നെ പോലീസിന്റെ അന്വേഷണത്തെ സമ്മർദ്ദത്തിലാക്കാൻ ഉറച്ചാണോ SDPI സമരമെന്ന രാഷ്ട്രീയ മുറയുമായി തെരുവിലേക്ക് ഇറങ്ങിയത്? FB പോളിലൂടെ പ്രേക്ഷകർക്ക് അഭിപ്രായം രേഖപ്പെടുത്താം. ആ സമര സമ്മർദ്ദം വിലപ്പോകുമോ എന്നതാണ് FB പോളിലൂടെ പ്രൈം ഡിബേറ്റ് ചോദിക്കുന്നത്. പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഇതോടൊപ്പം ഉയരുന്നുണ്ട്. ആസൂത്രിതമായ കൊലയിൽ പ്രതികളെ കണ്ടെത്തൽ ദുഷ്കരമാണോ? അന്വേഷണ സംഘം ഫലപ്രദമായ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ? SDPI ശ്രമം ആളെ തെരുവിലിറക്കി ഭയപ്പെടുത്താനോ? തരം പോലുള്ള SDPI സഹകരണം ഇനിയെങ്കിലും തീരുമോ? നേരിട്ട് പ്രൈം ഡിബേറ്റിൽ പങ്കെടുക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകൻ, മാധ്യമപ്രവർത്തകൻ ശ്രീ അബ്ദുള്ള, CPM നേതാവ് A റഹീം എന്നിവരാണ്. മറ്റു ചിലരെ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. പ്രൈം ഡിബേറ്റ് ആരംഭിക്കുകയാണ്. A റഹീമും ശ്രീ അബ്ദുള്ളയുമാണ് പ്രൈം ഡിബേറ്റിൽ ഇപ്പോൾ ഉള്ളത്. റഹീം, ഒരുപക്ഷെ നിങ്ങൾക്ക് ഇന്നലെയും ഉണ്ടായിരുന്നൊരു ചർച്ചയുടെ തുടർച്ച പോലെ തന്നെ സ്വാഭാവികമായും ഇതൊരു പ്രധാനപ്പെട്ട ഗൗരവമുള്ള വിഷയമാണ്. ആശയപരമായ സംവാദം വളരെ ഗൗരവമായി ജനാധിപത്യപരമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട സാഹചര്യമാണിത്. അത്തരം മതഭീകരത, ഇത്തരം വിഷയങ്ങളിൽ അതിൻ്റെ കടന്നുകയറ്റം, ആളെ കൊല്ലുക, ക്യാമ്പസുകളിലേക്ക് കടന്നു വരാനുള്ള പുതിയ വാദങ്ങൾ ഉന്നയിക്കുക, ഇതെല്ലാം നടക്കുന്നൊരു പശ്ചാത്തലത്തിൽ ആശയ സംവാദം അനിവാര്യമാണ്. ഇപ്പോൾ പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ അന്വേഷണം എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൂടി റഹീം പരിശോധിച്ച് വേണ്ടേ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ? ഇപ്പോൾ ഈ പ്രതികളെ കണ്ടെത്തുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഗൗരവമാർന്ന ആസൂത്രണം കൊണ്ട് തന്നെ വളരെ ദുഷ്കരമായ ഒരു കാര്യമായി അന്വേഷണ സംഘത്തിന് മുമ്പിൽ നിൽക്കുന്നു എന്ന് കരുതാൻ ഒരുപാട് ന്യായങ്ങളില്ലേ? ഇല്ല, ദുഷ്കരമാണെന്ന് വെച്ചാൽ അതിനെ മറികടക്കാൻ പറ്റുന്ന സംവിധാനം കേരള പോലീസിനുണ്ട്. ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടുകാർ പ്രതി ചേർക്കപ്പെട്ട നേരത്തെയുള്ള കേസുകൾ ഇതെല്ലാം തന്നെ ഒരു മറ്റ് സംഘടനകൾ പോലെയല്ലോ, ഇരുളിൽ മറവിൽ പ്രവർത്തിക്കുന്നവരാണ്. നിങ്ങൾ വളരെ നിഗൂഢമാണ്. ഞാനതിൻ്റെ പ്രത്യക്ഷത്തിലൊരു ഉദാഹരണം പ്രേക്ഷകരുടെ മുമ്പിൽ വെക്കുകയാണ്. ഇത്രയും ദിവസത്തിനിടയിൽ വാർത്താസമ്മേളനം നടത്തിയ സംഘടന ഏതാ? SDPI. ചർച്ചകളിൽ പങ്കെടുക്കുന്നതാരാ? SDPI പോലുമല്ല, ക്യാമ്പസ് ഫ്രണ്ട്. ഞാൻ ചോദിക്കുന്നു, ഇവരുടെ മാതൃസംഘടനയായ പോപ്പുലർ ഫ്രണ്ട് എവിടെ? ഹാദിയ കേസിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകർ, നേതാക്കൾ ചർച്ചയിൽ വരുമായിരുന്നല്ലോ. എവിടെ പോപ്പുലർ ഫ്രണ്ട്? ഇപ്പോൾ ഈ സംഭവത്തിൽ പോലും പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കൾ തെരുവിലേക്ക് വരുന്നില്ല. നിഗൂഢമാണ് അവരുടെ പ്രവർത്തനം. പക്ഷേ അവർ പറയുന്നത് അതുകൂടി ഒന്ന് ഈ ഘട്ടത്തിൽ ആവശ്യവുമാണ്. SDPI പ്രവർത്തകർ ഇതിലില്ല എന്ന് തറപ്പിച്ച പാർട്ടി പറയുന്നത്. പക്ഷേ പോലീസിൻ്റെ സ്ഥിരീകരണത്തിൽ ഇപ്പോൾ തന്നെ നെട്ടൂരിൽ SDPI ശക്തി കേന്ദ്രമായ എറണാകുളം ജില്ലയിലെ നെട്ടൂരിലുള്ളവരാണ് ഇതിൽ 6 പേർ എന്ന് പറയുന്നുണ്ട്. ഇതിൽ ആ കോളേജിൽ പഠിക്കുന്ന മുഹമ്മദ് എന്ന മുഖ്യപ്രതി ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കേണ്ടി വരുന്നു. ഗൗരവമുള്ള ഒരു ആസൂത്രണത്തിൻ്റെ എല്ലാ സൂചനകളും നൽകുന്ന വിവരങ്ങളല്ലേ വരുന്നത്. അപ്പോൾ അന്വേഷണം എന്നത്, പ്രതികളെ പിടികൂടുക എന്നത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വളരെ ദുഷ്കരമാണ്. കാരണം ഇത് പല പേരുകളിൽ പേരുമാറ്റി സൗകര്യം പോലെ, തരാതരം പോലെ കളിക്കുന്ന ഒരു സംഘടനാ സംവിധാനമാണല്ലോ ഇവർക്ക് ആകെ ഉള്ളത്. ഞാൻ ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ക്രൈം നടന്നാൽ ആ ക്രൈമുമായി ബന്ധപ്പെട്ട് പോലീസ് ഇടപെടുന്നത് പോലെയല്ല ഇക്കാര്യത്തിൽ ഇടപെടുന്നത്. പോലീസ് തന്നെ കുറേ കൂടി കർശനമായി ഇടപെടും. കാര്യം ഇത് തീവ്രവാദ സ്വഭാവമുള്ള സംഭവമായതുകൊണ്ട്. ഒന്ന്. രണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ കേരളത്തിൽ ഇതുവരെ നടന്ന കേസുകൾ അതെല്ലാം നോക്കിയ ഉദ്യോഗസ്ഥർ അവരോടെല്ലാം സംസാരിക്കുമ്പോൾ, അതെല്ലാം ക്ലോസ് ഒബ്സർവ് ചെയ്ത മാധ്യമപ്രവർത്തകരോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. ഇവരുടെ കേസുകളിലെല്ലാം തന്നെ ഇവർ യഥാർത്ഥ പ്രതികളിലേക്ക് കില്ലിംഗ് സ്ക്വാഡുണ്ട്. ഈ കൊലപാതകം നടത്താൻ വൈദഗ്ധ്യം നേടിയ പ്രത്യേക സ്ക്വാഡുകളുണ്ട്. പോപ്പുലർ ഫ്രണ്ടിൽ അംഗമാകുന്ന എല്ലാവർക്കും ഫിസിക്കൽ ട്രെയിനിങ്, ഫിസിക്കൽ ഫിറ്റ്നസിനുള്ള ട്രെയിനിങ്ങും അതിൻ്റെ എഡ്യൂക്കേഷൻ അത് കൊടുക്കും. അത് പ്രധാനപ്പെട്ടാണ്. 1, 2, 3 എന്ന് പറഞ്ഞ 3 സ്റ്റേജുകളിലായിട്ട് അവർ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇതല്ല, കില്ലിങ്ങിന് വേണ്ടി പ്രത്യേകമായൊരു സ്ക്വാഡ്. ഞാനൊരു ഉദാഹരണം പറയട്ടെ ശരത്തെ. ഈ പയ്യൻ പ്ലേസ് ഓഫ് ഒക്കുറൻസും ഈ സംഭവം നടന്ന സ്ഥലവും അഭിമന്യു കുത്തേറ്റ് വീണ സ്ഥലവും ആശുപത്രിയും തമ്മിലുള്ളത് 200 മീറ്റർ അകലെയാണ്.
ഒരു കുത്തേറ്റ് വണ്ടി നിർത്തിയില്ല, ന്യൂസ് 18 തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും ഒരു 200 മീറ്റർ അകലത്തിലേക്ക് നടന്നെത്തിക്കട്ടെ ഒരാളെ. അർജുൻ നടന്നാണ്. അതെ അതെ, നിങ്ങൾ നോക്കൂ, ആ 200 മീറ്റർ പോലും തികയുന്നതിന് മുമ്പ് ആൾ മരിക്കുകയാണ്. അതായത് അവിടെ തന്നെ കുത്തിക്കൊല്ലുകയാണ്. ഒറ്റ കുത്തിന് കൊല്ലുക എന്ന് പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ നടക്കും. ഞാൻ അതിലൊരു ചെറിയ ഉദാഹരണമുണ്ട്. 1983 സൈമൺ ബ്രിട്ടോയ്ക്ക് അതേ സ്ഥലത്ത് വെച്ച് കുത്തേൽക്കുന്നു. മാരകമായ കുത്താണ്. പക്ഷേ ജനറൽ ആശുപത്രിയിൽ എത്തിക്കാനായതുകൊണ്ട് ജീവൻ തിരിച്ചു കിട്ടി. ഇന്നും പൊതുപ്രവർത്തന രംഗത്ത് നിലപാടോടെ സൈമൺ ബ്രിട്ടോയ്ക്ക് തുടരാനെങ്കിലും ആവുന്നുണ്ട്. ഈ വൈരുദ്ധ്യം പറഞ്ഞതാണ്. ഈ ആക്രമണത്തിന്റെ ആസുരഭാവം നിങ്ങൾ പറഞ്ഞു വന്ന റഹീം പറഞ്ഞതിനെ ഞാനൊന്ന് ഓർമ്മിച്ചു. അതെ അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ കാലം മാറി, പുതിയ രീതികൾ വന്നു. യഥാർത്ഥത്തിൽ അർജുൻ ആശുപത്രി വളരെ അടുത്തായതുകൊണ്ട് മാത്രമാണ് അർജുൻ ഇന്ന് അതിജീവിക്കുന്നത്. അർജുൻ ഇന്ന് അതിജീവിക്കുന്നു എന്ന നല്ല വാർത്തകൾ ആശുപത്രികളിൽ നമുക്ക് ലഭിക്കുന്നത് അത്രയും അടുത്തായതുകൊണ്ടാണ്. 200 മീറ്റർ പോലും അകലത്തിൽ ഒരു മനുഷ്യനെ നിലനിർത്തി ഇത്ര കണ്ട് വളരെ വൈദഗ്ധ്യമുള്ള കില്ലിംഗ് സ്ക്വാഡുകളെ ഇവർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇനി ഇവർ തന്നെ ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആളുകൾ തന്നെ വന്ന് കൊല ചെയ്യണമെന്നില്ല. നമുക്ക് അറിയാത്തവരായിരിക്കും വരിക, തികച്ചും അറിയാത്ത ആളുകൾ. അത് നടത്തിയ എണ്ണിയാലൊടുങ്ങാത്ത അക്രമ പരമ്പരകൾ ഇവരെടുത്ത പരിപാടി ഓരോന്നായിട്ട് എടുത്താൽ നമുക്ക് കാണാൻ കഴിയും. തിരുവനന്തപുരത്തെ സ്റ്റുഡൻറ് സെൻറ്റർ ആക്രമണം, തിരുവനന്തപുരത്ത് തന്നെ പാങ്ങോട് മന്നാനിയ കോളേജിൽ 2007 16 പേരെയാണ് ഒരൊറ്റ 10-12 മിനിറ്റിനകം ഇവർ വെട്ടിത്തള്ളിയത്. ഇതെല്ലാം തന്നെ പ്രത്യേകമായി ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വൈദഗ്ധ്യം ലഭിച്ചവർ. അഷ്റഫിൻ്റെ കൊലക്കേസാകട്ടെ, എബി ബിജേഷിൻ്റെ കൊലപാതകമാകട്ടെ, ഇതൊക്കെ പ്രത്യേക വൈദഗ്ധ്യം. അപ്പം ഞാൻ പറഞ്ഞത് വൈദഗ്ധ്യം ഒരു വശത്ത്, മറ്റൊന്ന് ഇത്തരം സംഭവങ്ങൾ ഇവരുടെയൊക്കെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഈ ക്രിമിനലുകളെ ഒളിപ്പിച്ച് വെക്കാൻ ഒക്കെ ഉള്ള വ്യത്യസ്തമായ ഒരു നെറ്റ്വർക്ക് അവർക്കുണ്ട്. വളരെ വലിയ നെറ്റ്വർക്ക് ഉണ്ട്. ആ നെറ്റ്വർക്കിൽ നിന്നുകൊണ്ടാണ്. കാരണം ഇതെല്ലാം ചെയ്യുന്നൊരു പുണ്യപ്രവർത്തിയായി, ഇതൊക്കെ ചെയ്യുന്നത് വളരെ നല്ല വിശുദ്ധ പ്രവർത്തനമായി കരുതി നടക്കുന്നവരാണ്. ഒരു കണക്കിൽ പറഞ്ഞാൽ നല്ല ഒന്നാന്തരം മാനസിക രോഗികളാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ മാനസിക രോഗം തന്നെ ബാധിച്ച ആളുകളാണ് ഇതിലേറെ പേരും. അപ്പോൾ ഇവരിതിങ്ങനെ വരുമ്പോൾ പോലീസ് സ്വാഭാവികമായും അതിനെല്ലാം ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകും. യാതൊരു സംശയവും വേണ്ട. ഇപ്പോൾ ആദ്യ മണിക്കൂറുകളിൽ തന്നെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട അതിൽ ആക്ഷൻ ഉണ്ടായിരുന്ന പ്രതികളെ തന്നെ, ആ സംഘത്തിലുണ്ടായിരുന്ന പ്രതികളെ തന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റി, മറ്റ് തെളിവുകളിലേക്ക് എത്താൻ പറ്റി. അപ്പോൾ പോലീസ് ഏതായാലും തന്നെ കാര്യം പോകും. പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, സാധാരണഗതിയിൽ ഇത്തരത്തിലൊരു ബ്രൂട്ടലായിട്ടുള്ള കൊലപാതകം ഉണ്ടായാൽ പോലീസിന് വേറൊരു തലവേദന ഉണ്ടാകും. അതിനെ തുടർന്നുണ്ടാകുന്ന ലോ ആൻഡ് ഓർഡർ പ്രശ്നം, ആ പ്രശ്നം പരിഹരിക്കുന്നതിനാവശ്യമായ കുറേ സമയം. നിങ്ങൾ നോക്കൂ, കേരളത്തിൽ ഞങ്ങൾ ആ ജില്ലയിൽ പോലും ഒരു ഹർത്താൽ നടത്തിയില്ല. ഇത്രയേറെ നിഷ്ഠൂരമായ കൊലപാതകമുണ്ടായിട്ട് എത്ര കണ്ട് ജനാധിപത്യപരമായ സമീപനമാണ് ഇടതുപക്ഷം ഉയർത്തിപ്പിടിച്ചത്. അദ്ദേഹത്തിൻ്റെ ജില്ലയായ ഇടുക്കി ഒരു ഹർത്താൽ എന്ന് പ്രതീക്ഷിക്കുന്ന ആളുകൾ, അവിടെ ഒന്നും നടന്നില്ല. 2, സംസ്ഥാന വ്യാപകമായി SFI പഠിപ്പ് മുടക്കി എന്നതൊഴിച്ചാൽ കേരളത്തിൽ എവിടെയെങ്കിലും ഒരിടത്ത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഓഫീസ് ആക്രമിക്കാൻ CPM-കാർ മുതിർന്നിട്ടില്ല. കാരണം ഇത് ഞങ്ങൾ വർഗീയത തുലയട്ടെ എന്ന് എഴുതി വെച്ചതിൻ്റെ പേരിൽ ഒരാളുടെ ജീവൻ നിങ്ങൾ എടുത്തുവെങ്കിൽ ഞാനും നീയും ഈ നാടാകെയും അഭിമന്യുവാകാൻ വർഗീയത തുലയട്ടെ എന്ന് എഴുതി വയ്ക്കാൻ സന്നദ്ധമാണെന്ന് ഒരു നാട് പറയുകയാണ്. ഇന്ന് ഏറ്റവും ഒടുവിൽ T. പത്മനാഭൻ അദ്ദേഹത്തിൻ്റെ വകയിൽ നിന്ന് 1 ലക്ഷം രൂപ കൊടുത്തു എന്നാണ് കേൾക്കുന്നത്. അദ്ദേഹം രാവിലെ ഒരു കുറിപ്പ് എഴുതി, ആർദ്രമായ ഒരു കുറിപ്പ്. 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു വലിയ വ്യവസായി ഒരു 10 കോടി കൊടുക്കുന്നതിന് തുല്യമാണ്. അദ്ദേഹത്തെ പോലെ ഒരു മനുഷ്യൻ, ഒരു സാധാരണക്കാരനായ ഒരു എഴുത്തുകാരൻ 1 ലക്ഷം രൂപ കൊടുക്കാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു പക്ഷേ പട്ടിണി കിടന്ന് കൊടുക്കുന്നതാകാം ആ തുക എന്നാണ് ഞാൻ കരുതുന്നത്. ഇത്രയേറെ ഇതിങ്ങനെ MK സാനുമാഷ് ഇന്ന് വിശേഷിപ്പിച്ചത് മനുഷ്യ പിശാചുക്കളാണിവർ എന്നാണ്. ഇങ്ങനെ കേരളത്തിൻ്റെ സാംസ്കാരിക ലോകം അപ്പോൾ ഇത്തരത്തിൽ വളരെ ഡെമോക്രാറ്റിക് ആയിട്ട് ഈ തീവ്രവാദത്തെ തുറന്നു കാണിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. കേരളം ഒരു വശത്തും, മറുവശത്ത് ഈ മൈക്രോ മൈനോറിറ്റിയായ ഈ ചെറു ന്യൂനപക്ഷമായ തീവ്രവാദികളും എന്ന നിലയിൽ ആണ് ഇപ്പോൾ കേരളം. ശ്രീ അബ്ദുള്ള, ഇപ്പോൾ ഒരു ക്യാമ്പസിൽ ഉണ്ടായതാണ് ഈ സംഭവം. അതിലെ ഒരു മുഖ്യപ്രതി, ആ ക്യാമ്പസിൽ തന്നെയുള്ള മുഹമ്മദ്, ഇപ്പോൾ രാജ്യം വിട്ടു പോകാതിരിക്കാൻ ലുക്കൌട്ട് നോട്ടീസ് കൊടുക്കേണ്ടി വരുന്ന നിലയിലേക്കുള്ളൊരു വലിയ വളർച്ച ഒരു ക്യാമ്പസ് കൊലപാതകത്തിന് സംഭവിച്ചിരിക്കുന്നു. വളരെ വലിയ പണിപ്പെടുകയാണ് അന്വേഷണ സംഘം ഇതിൻ്റെ പ്രധാനപ്പെട്ട ആളുകളെ, കൊലയാളിയെ കണ്ടെത്താൻ. വളരെ വലിയ ആസൂത്രണമാണ് എന്ന് വളരെ കൃത്യമായി കേരളത്തിന് ബോധ്യപ്പെടുന്ന നിലയല്ലേ ഇതെല്ലാം സൂചിപ്പിക്കുന്നു. ഒരു ക്യാമ്പസിലെ കൊലപാതകം എന്ന നിലയിൽ അതിനെ ചുരുക്കാനാവാത്ത വിധം വളരെ ആസൂത്രിതമായി നടപ്പായ ഒരു കൊലപാതകത്തിൻ്റെ, ലക്ഷണമൊത്ത കൊലപാതകത്തിൻ്റെ വലിയ അപകടമല്ലേ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുമ്പോൾ നമ്മൾക്കെല്ലാവർക്കും ബോധ്യപ്പെടുന്നത്? ആമുഖമായ 1-2 കാര്യം എനിക്ക് പറയാൻ മിസ്റ്റർ ശരത് അനുവദിക്കണം. കാരണം ഇന്നലെ ഏറ്റുമുട്ടിയതായ ബഹുമാന്യ സുഹൃത്ത് AM റഹീമുമായിട്ടാണ് എനിക്ക് ഇന്ന് സംവദിക്കേണ്ടിയിരിക്കുന്നത്. അതിലൊന്ന് എന്താണെന്ന് പറഞ്ഞാൽ, ഫ്രാൻസ് ഉറുഗ്വേ കളി അത്യന്തം ആവേശകരമായ ഒരു കളി ഒഴിവാക്കിയിട്ടാണ് ഞാൻ ഇതിന് വരുന്നത്. ഒരു 33 കിലോമീറ്റർ അകലെ നിന്ന് അത്രയും അങ്ങോട്ട് തിരിച്ച് യാത്ര ചെയ്യണം.
അപ്പോൾ രണ്ടാമതായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പോപ്പുലർ ഫ്രണ്ട് അല്ലെങ്കിൽ SDPI മുതലായ മുസ്ലിം നിയന്ത്രണത്തിലുള്ള ഒരു രാഷ്ട്രീയ സംഘടനയോടും എനിക്ക് താല്പര്യമില്ല. ഞാനിത് പറയാനുള്ളത് മുൻകൂർ ജാമ്യമാണ്. ചില കാര്യങ്ങൾ എനിക്ക് പറയുമ്പോൾ ഇന്നലെ എന്നെ മിസ്റ്റർ റഹീം വിശേഷിപ്പിച്ചത് ഞാൻ പോപ്പുലർ ഫ്രണ്ടിനെ അനുകൂലിക്കുന്ന ബുദ്ധിജീവിനെ ഞാൻ അനുകൂലിക്കുന്നില്ല. മുസ്ലിങ്ങൾ രാഷ്ട്രീയമായി സംഘടിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ട് ഏതായാലും 5-6 മാസമായിട്ടുള്ളൂ. ഞാൻ അതിൽ പറഞ്ഞത് മുസ്ലിങ്ങൾ കേരളീയ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് ത്രിപുര ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം കോൺഗ്രസിനെ ഒരു നിലക്കും ഇന്ത്യയിലെ ഒരു ദേശീയ മതേതര ശക്തിയായി നമുക്ക് നോക്കിക്കാണാൻ കഴിയാത്തത് കൊണ്ട് ഈ ഇടതുപക്ഷം അഥവാ CPM നേതൃത്വം നൽകുന്ന സംഘടനയ്ക്ക് പകരം എന്ത് ലഭിക്കുമെന്ന് ചിന്തിക്കാതെ ജീവനും സ്വത്തിനും സംരക്ഷണം അത് കേരളത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പശ്ചിമ ബംഗാൾ ഭരിച്ചിരുന്ന കാലത്തും മുസ്ലിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ഒരൊറ്റ കാരണത്താൽ രാഷ്ട്രീയമായി എന്ത് തിരിച്ചു നൽകുന്നു, മന്ത്രിസ്ഥാനം നൽകുന്നോ മറ്റു വല്ലതും നൽകുന്നോ എന്നൊന്നും നോക്കാതെ നമ്മൾ അതിനെ പിന്താങ്ങണം. ഈ കാര്യം ഞാൻ KM കുഞ്ഞുമുഹമ്മദിനോട് ചർച്ച ചെയ്തു. ഞാൻ അങ്ങനെ പോസ്റ്റ് ഇടാൻ പോകുന്നു, താങ്കൾ അങ്ങനെ പോസ്റ്റ് ഇടണം എന്ന് പറഞ്ഞ ഒരു പശ്ചാത്തലമാണ് എനിക്ക് രാഷ്ട്രീയമായി ആദ്യമായി പറയാനുള്ളത്. അതുകൊണ്ട് SDPI ആവട്ടെ, വെൽഫെയർ പാർട്ടി ആവട്ടെ, മറ്റേതെങ്കിലും മുസ്ലിം ലീഗിനെ ഞാൻ അനുവദിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അവർ UDF അഥവാ ഒരു മതേതര രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്നത് കൊണ്ടാണ്. വേറിട്ട് നിൽക്കുകയാണെങ്കിൽ ഞാൻ അതിനെയും എതിർക്കുമായിരുന്നു. ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ചില കാര്യങ്ങൾ പറയുന്നത് അത് പോപ്പുലർ ഫ്രണ്ടിനെ അനുകൂലിക്കാൻ വേണ്ടിയാണ് എന്ന തോന്നൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മൾ വസ്തുതകളായി കാണാം. ഒരു കൊലപാതകം, ഇപ്പോൾ അരിയിൽ ഷുക്കൂറിന്റെ കൊലപാതകം, നിഷ്ഠൂരമായ കൊലപാതകം, TP ചന്ദ്രശേഖരന്റെ കൊലപാതകം, ആ ഒറ്റ കാരണത്താൽ നമ്മളെല്ലാവരും കൂടി CPM അങ്ങ് മാറ്റി നിർത്തി അവർ ലോകത്തെ ഏറ്റവും വലിയ കൊലപാതകളാണെന്ന് പറയുന്നത് ശരിയല്ല. അതുപോലെ ഇവിടെ നടന്നത് ക്യാമ്പസുകളെ എങ്ങനെ ഇത്തരത്തിലുള്ളതായ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിൽ മുക്തമാക്കാം എന്നതിനെ പറ്റിയുള്ള ചർച്ച ഇതിനോടനുബന്ധിച്ച് നടന്നിട്ടില്ലെങ്കിൽ ഇവർക്കെതിരെ UAPA ചുമത്തുന്നു, അല്ലെങ്കിൽ ലുക്കൌട്ട് നോട്ടീസ് നടക്കുന്നു, അവർ പിടികൂടുന്നു, അവർക്കെതിരെ എല്ലാവരും കൂടി ഇത് ആഞ്ഞടിക്കുന്നു. ഇതുകൊണ്ട് തൽക്കാലത്തിനൊരു ഒന്ന് എന്നല്ലാതെ ആത്യന്തികമായി പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. അത്തരം ഒരു പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ അന്ന് ജനുവരി 2017 ജനുവരിയിൽ 19 എൻ്റെ ഓർമ്മ PT തോമസ് കൃത്യമായി നിയമസഭയിൽ പറഞ്ഞതുപോലെ ഇവിടെ SFI എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി, ABVP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി, ഇവർക്കൊക്കെ സ്വന്തം മേധാവിത്വമുള്ളതായ ക്യാമ്പസുകളിൽ, കോളേജുകളിൽ അവരുടേതായ സർവാധിപത്യം മറ്റ് പാർട്ടികളെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്തതായ രാഷ്ട്രീയമായ അന്തരീക്ഷം ഉണ്ട്. ആ അന്തരീക്ഷം ഇല്ലായ്മ ചെയ്യാതെ ഈ വിഷയത്തിൽ നമുക്ക് പുറത്തു കടക്കാൻ കഴിയില്ല. താങ്കൾ ധാരാളം സമയം മിസ്റ്റർ റഹീമിന് കൊടുത്തുകൊണ്ട് ഞാൻ പറയാം, ദയവായിട്ട് അതിൻ്റെ പകുതി സമയം എനിക്ക് തരണം. റഹീം പറയുന്നത് പോലെ ഇവിടെ ഇവർക്ക് കൃത്യമായ അജണ്ട ഉണ്ട്, അവർ രക്ഷപ്പെടുന്നു, അവരങ്ങനെ ഇതൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നതാണ്. കൃത്യമായ അജണ്ടയോട് കൂടിയാണ് TP ചന്ദ്രശേഖരനെ കൊന്നത്, കൃത്യമായ അജണ്ടയോട് കൂടിയാണ് അരിയൽ ഷുക്കൂറിനെ കൊന്നത്, മറ്റ് പലരെയും. ക്യാമ്പസുകളിൽ ഏറ്റവും അധികം രക്തസാക്ഷികൾ ഉണ്ടായത് SFIക്കാണ് എന്നത് വസ്തുതയാണ്. രണ്ടാമത് ABVPക്കുമാണ്. അപ്പോൾ ഈ കൊലപാതകങ്ങൾക്കൊന്നും ഇല്ലാത്ത രീതിയിൽ ഇത്തരത്തിലുള്ളൊരു കൊലപാതകം നടക്കുമ്പോൾ അവിടെ മാത്രം UAPA ചുമത്തുന്നു, അവർക്ക് അതിന് പേരിൽ ജിഹാദ് എന്ന് പറയുന്നു, അവരിവിടെ ഇസ്ലാം നടപ്പാക്കാൻ ശ്രമിക്കുന്നു. ഇവർക്ക് പരലോകം നേരത്തെ റഹീം പറഞ്ഞ താങ്കൾ ഇടപെടരുത്, താങ്കൾ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഇടപെടാത്ത മാതിരി എൻ്റെ കാര്യത്തിൽ ദയവായി പറയാനും ഞാൻ പറഞ്ഞു, ഞാൻ ഫുട്ബോൾ കളി ഒഴിവാക്കിയിട്ടാണ് ഇതിന് വരുന്നത്. അപ്പോൾ മറ്റ് പ്രതിഫലം ഇതിനില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ പറയുന്നു പരലോകത്ത് പുണ്യം കിട്ടാൻ റഹീം പ്രവർത്തിക്കുന്ന എന്തിനാ? ഇഹലോകത്തിൽ പുണ്യം കിട്ടാൻ. വേറെ കൂട്ടർ അവർ രക്തസാക്ഷികൾ ഉണ്ടാക്കുന്ന എന്തിനാ? ഇഹലോകത്തിൽ രക്തസാക്ഷികളെ വാഴ്ത്തപ്പെടാൻ. ഇതെല്ലാം അവർക്കും പറയാം. അപ്പം ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഈ ചില ന്യൂനപക്ഷ സമുദായങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നത് കൊണ്ടാണ് SDPI ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ വെൽഫെയർ ഉണ്ടാവുന്നത്, അതുപോലത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാവുന്നത്. അവർക്ക് വിവേചനം അനുഭവപ്പെടുന്നു. അവരുടെ ഈ ഫാസിസ്റ്റ് അതിന്റെ അധിനിവേശം, അതിന്റെ അതിപ്രസരം, അതിനെ തടുക്കുന്നതിൽ മതേതര രാഷ്ട്രീയ പാർട്ടികൾ പരാജയപ്പെടുകയും പലപ്പോഴും അവർക്ക് അനുകൂലമായ നിലപാട് ഇവരുടെ ഭാഗത്ത് ആ വാചകം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളെന്ന് താങ്കൾ വിശ്വസിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ വിശദീകരിച്ചത്. അപ്പോഴും നിങ്ങൾ എത്രയേ കൊടുക്കുന്നത് അങ്ങനെ മതപ്രസംഗം നടത്തിയല്ലേ? റൈറ്റ്. ശ്രീ അബ്ദുള്ള, ഞാൻ അതിൽ നമ്മൾ അങ്ങനെയൊന്നും തർക്കിച്ച് സമയം കളയാനില്ല. താങ്കൾക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞു വെച്ചു കഴിഞ്ഞു. അവിടെ നിന്നാണ് ഈ ചർച്ച മുന്നോട്ട് പോകാൻ. ഇവിടെ ഈ ക്യാമ്പസിൽ ഇതൊരു ആസൂത്രണം ചെയ്ത കൊലപാതകമാണെന്ന് അന്വേഷണത്തിന്റെ ഇപ്പോഴത്തെ പോക്കിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നു. അതൊരു വെറും ക്യാമ്പസ് കൊലപാതകമല്ല എന്ന് ബോധ്യപ്പെടുന്നുണ്ടോ എന്ന എന്റെ ചോദ്യം ഞാൻ വീണ്ടും റിസർവ് ചെയ്യുന്നു. തിരികെ വരുമ്പോൾ താങ്കൾ അതേക്കുറിച്ച് സംസാരിക്കുന്നു വിചാരിക്കുന്നു. ഞാൻ വരാം. എല്ലാ അർത്ഥത്തിലും കണ്ടുപിടിച്ച് മാതൃകാപരമായി ശിക്ഷിക്കണം. റൈറ്റ്. ഇവിടെ ശ്രീ അബ്ദുള്ള പറഞ്ഞു വെച്ചത്, ഇപ്പോൾ TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടു, അതുപോലെ അദ്ദേഹം കൃത്യമായി പറഞ്ഞു, അതുപോലെ
മുമ്പുണ്ടായിട്ടുള്ള ക്യാമ്പസിലെ കൊലപാതകങ്ങൾ പോലെ തന്നെയാണിത്, ഒരു മാറ്റവുമില്ല. അദ്ദേഹത്തിന് പ്രഖ്യാപിതമായ SDPI പോപ്പുലർ ഫ്രണ്ട് വിയോജിപ്പുണ്ട്. പക്ഷേ ഈ വിഷയം വിശദീകരിച്ചു വരുമ്പോൾ റഹീം മനസ്സിലാക്കുന്നതാണ്, ഈ നയപരമായ വിയോജിപ്പുള്ളപ്പോഴും ഒരു അനുഭാവം അദ്ദേഹത്തിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതിൽ അന്വേഷണം നടക്കുന്നതിനോട് SDPI എടുക്കുന്ന നിലപാടിനോടുണ്ട് എന്നൊരു തോന്നലാണോ, അതോ പൂർണ്ണമായും ഉള്ളിൻ്റെ ഉള്ളിൽ ഈ പോപ്പുലർ ഫ്രണ്ടിനെയും SDPIയും പിന്തുണയ്ക്കുന്നയാളാണോ അബ്ദുള്ള? റഹീമിന് എന്താണ് തോന്നിയത്? തീർച്ചയായിട്ടും അത് പ്രേക്ഷകർക്ക് തന്നെ വിലയിരുത്താലോ. പ്രേക്ഷകരോട് ചോദിക്കാൻ അവസരവും അവകാശവും. സ്ഥലത്തെ കേരളത്തിൻ്റെ ശക്തിയാണ് ഇവിടെ പ്രകടമാകുന്നത്. അബ്ദുള്ളയെ പോലെ ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ മനോവികാരം അതുപോലെ പ്രതിഫലിപ്പിക്കാൻ ഇപ്പോൾ ഇവിടെ കഴിയുന്നില്ല. അത് കേരളത്തിൻ്റെ കരുത്താണ്, അഭിമന്യുവിൻ്റെ കരുത്താണ്. നിങ്ങൾക്ക് പ്രച്ഛന്നമായിട്ട് മാത്രമേ അങ്ങ് പറഞ്ഞപ്പോ ഞാൻ മിണ്ടായിരുന്നു. അങ്ങ് പറഞ്ഞപ്പോ ഞാൻ മിണ്ടായിരുന്നു. ഒറ്റ കാര്യം അല്ലല്ല, ഞാൻ സംസാരിക്കട്ടെ. ഒരു കാര്യം അല്ല, ഞാൻ അങ്ങ് പറഞ്ഞപ്പോ കേട്ടോ, ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ അങ്ങ് പറഞ്ഞപ്പോ ഉണ്ടായിരുന്നു. അങ്ങ് എന്തെല്ലാം പറഞ്ഞു ഉണ്ടായിരിക്കും. ഇപ്പൊ നിങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടില്ല. എനിക്ക് അങ്ങ് ആദ്യം പറഞ്ഞ ഭാഗം ഞാൻ ഇന്നലെയും സ്വാഗതം ചെയ്ത ആളാണ്. നമ്മൾ തമ്മിൽ സംവാദത്തിലിരുന്നപ്പോൾ ഇപ്പോഴും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ നിങ്ങൾ ഈ ബാക്കി പറയുന്ന കാര്യവും അങ്ങ് തമ്മിൽ ചേർത്ത് വായിച്ചാൽ അരിയാഹാരം കഴിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും അങ്ങയുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എന്താണെന്ന്. അവിടെയും ഇവിടെയും പറയരുത്. നിങ്ങൾ പറയുന്നത് എന്താണ്? ഇവിടെ എല്ലാവരും കൊലപാതകം നടക്കുന്നു, ഇതിനേക്കാൾ നിഷ്ഠൂരമായ കൊലപാതകം നടത്തി, പാവം അവരും കുറച്ച് കൊലപാതകം ചെയ്തോട്ടെ എന്നാണോ നിങ്ങളുടെ നിലപാട്? എന്താണ് ഇവരുടെ ആഗമന ഉദ്ദേശം? എന്താണ് ഇവരുടെ ലക്ഷ്യം? എന്താണ് പോപ്പുലർ ഫ്രണ്ട്? നിങ്ങൾ പറയുന്നു പോപ്പുലർ ഫ്രണ്ട് വേറൊരു മുസ്ലിം സംഘടനയും ഇത്ര കണ്ട് ക്രൂശിക്കപ്പെടുന്നില്ലല്ലോ, എന്താ പോപ്പുലർ ഫ്രണ്ട് മാത്രം? നിങ്ങൾ നോക്കൂ, പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രശ്നം, പോപ്പുലർ ഫ്രണ്ടിൽ പ്രവർത്തിച്ച ഈ നടന്ന കൊലപാതകങ്ങൾ ഞാൻ ചോദിക്കട്ടെ, എന്തിനായിരുന്നു TJ ജോസഫിന് അധ്യാപകൻ്റെ കൈവെട്ടിയത്? TJ ജോസഫ് മാർക്സിസ്റ്റുകാരനായതുകൊണ്ടാണോ? നിങ്ങൾ പറയുന്നു നിങ്ങൾ ഈ പറഞ്ഞ ഓരോ കൊലപാതകമില്ല, അരിയിൽ ഷുക്കൂർ മുതൽ ഇങ്ങോട്ടുള്ള കൊലപാതകങ്ങൾ രാഷ്ട്രീയ കാരണങ്ങളാൽ, രാഷ്ട്രീയ സംഘർഷങ്ങളുടെ പേരിൽ ഇവിടെ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ദാരുണമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. അത് കേരളത്തിൻ്റെ പൊതു മനസാക്ഷിയുടെ തന്നെ നിലപാടാണത്. നിങ്ങൾ നോക്കൂ, ഇവിടെ പകരമായി സംഭവിക്കുന്ന എന്താ? അരിയിൽ ഷുക്കൂറിനെ നിങ്ങൾ ഈ കൊടിഞ്ഞി ഫൈസലിനെ കൊലപ്പെടുത്തി. കൊടിഞ്ഞി ഫൈസൽ പോപ്പുലർ ഫ്രണ്ടുകാരനേ അല്ല, പക്ഷേ തിരികെ കൊല്ലുന്നത് ആരാ? പോപ്പുലർ ഫ്രണ്ടുകാരാണ്. പോപ്പുലർ ഫ്രണ്ടിന് ആരാ ലൈസൻസ് കൊടുത്തേ? 2 ശ്രീ അബ്ദുള്ള ഈ നാട്ടുകാരനല്ലേ? അങ്ങക്ക് അറിയില്ലേ? അറിയാത്തത് കൊണ്ടാണോ? ഞാൻ അങ്ങയോട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. IS റിക്രൂട്ട്മെന്റിൽ എന്താണ് പോപ്പുലർ ഫ്രണ്ടുകാർ മാത്രം പോകുന്നത്? പോപ്പുലർ ഫ്രണ്ടുകാർ എത്ര പേരാണ്? ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരണമോ? ശ്രീ അബ്ദുള്ള അങ്ങ് പറഞ്ഞല്ലോ അരക്ഷിതരാണ്. താങ്കൾ എന്നോട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കെങ്കിൽ ഞാൻ മറുപടി പറയും. അല്ല, ഒരു മിനിറ്റ്, അത് അങ്ങയുടെ സമയത്ത് ക്ഷുഭിതനാകാതിരിക്കും. അങ്ങയുടെ സമയം എത്തുമ്പോൾ അത് പറയൂ. അല്ല, ഒരു മിനിറ്റ്, അങ്ങയുടെ സമയം എത്തുമ്പോൾ അങ്ങ് പറയൂ. ഒരു കാര്യം അങ്ങ് പറഞ്ഞു, മുസ്ലിങ്ങൾ അരക്ഷിതരാകുന്നുവെന്ന്. ഞാൻ അങ്ങയുടെ വിനയപുരസരം ചോദിക്കട്ടെ. ഇന്നലത്തെ ചർച്ചയിൽ നമ്മൾ അവസാന ഊഴം പറഞ്ഞ് അവസാനിപ്പിച്ച ഞാൻ അവിടെ ആരംഭിക്കുകയാണ്. കേരളത്തിലെ ശരത്തെ മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവർ എത്ര പേരാണ് ഇന്ന് അരക്ഷിത ലോകത്തേക്ക് പോപ്പുലർ ഫ്രണ്ടുകാരാൽ വലിച്ചെറിയപ്പെട്ടത്? ഞാൻ എണ്ണി പറഞ്ഞു തരാം എത്ര പേരാണ് അവിടേക്ക് പോയതെന്ന്. അബൂ താഹിർ പാലക്കാട്ടുകാരനാണ്, റിഷാൽ, ഷജിൽ, മനാഫ്, ഷബീർ, ഷമീർ കണ്ണൂറുകാർ, ഷജീർ മംഗലശ്ശേരി, VK ഷാജഹാൻ, മിദ്ലാജ്, റസാഖ്, ഇവരെല്ലാവരും പോയിരിക്കുന്ന എങ്ങനെയെന്നറിയോ? ഭൂരിഭാഗം പേരും കൊല്ലപ്പെട്ട് കഴിഞ്ഞു. ഒറ്റയ്ക്കല്ല, കുടുംബസമേതാണ്, ഗർഭിണികൾക്കൊപ്പം. ഞാൻ ചോദിക്കുന്നൊരു കാര്യം, സാധാരണക്കാരായ മുസ്ലിം ജനവിഭാഗത്തിൽപ്പെട്ടവർ അവരെ വഴിതെറ്റിച്ച് ഇതാണ് ഇസ്ലാമെന്നും ഇതാണ് ലോകമെന്നും കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ അനാഥമാക്കപ്പെടുന്നത് നിങ്ങൾ ഈ പറയുന്ന അരക്ഷിതരാക്കപ്പെട്ട മുസ്ലിം സമൂഹമാണ്. അതിന്റെ ആദ്യ രൂപമാണോ ക്യാമ്പസ് ഫ്രണ്ട്? സംശയം എന്ത്? ഒറ്റ കാര്യം, തിരുവനന്തപുരത്താണ് ക്യാമ്പസ് ഫ്രണ്ടിന്റെ പ്രഥമ സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. അവരെന്ന് പറഞ്ഞത് ദ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് എന്നാണ്, അതിജീവനത്തിനുള്ള പടയൊരുക്കം എന്നാണ്. എന്താ അതിജീവനം അവർ പറയുന്നത്? RSS ഉയർത്തുന്ന ഭീകരതയ്ക്കുള്ള അതിജീവനത്തിന്റെ റെമഡിയായി ഇവർ ക്യാമ്പസുകളിൽ കാണിക്കുന്നത് മതപരമായി സംഘടിക്കാനാണ്. ഞാൻ ചോദിക്കുന്നു, ഒരു ബഹുസ്വര സമൂഹത്തിൽ മതപരമായി സംഘടിച്ച് ഫാസിസത്തെ എതിർക്കുക എന്ന് പറയുന്നത് എത്ര കണ്ട് അപകടകരമായ കളിയാണ്? ബേസിക്കലി അതിനോട് യോജിക്കുന്നുണ്ടോ? മതപരമായി നിങ്ങൾ പറയുന്നു മതപരമായുള്ള സംഘാടനത്തെ ഞാൻ എതിർക്കുന്നു, താങ്കൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുന്നാണ് എങ്കിൽ ഞാൻ ചോദിക്കുന്നു, മതപരമായി സംഘടിച്ചുകൊണ്ട് ഞങ്ങളിതാ പോപ്പുലർ RSSനെ എതിർക്കുന്നു, ഹിന്ദുത്വ രാഷ്ട്രീയത്തെ എതിർക്കുന്നു എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് എത്ര കണ്ട് അപകടകരമാണ്? ശിഥിലമാക്കില്ലേ അത്? ഇനി താങ്കളുടെ വിശദീകരണം ഞാൻ ഒന്നും കൂട്ടിച്ചേർക്കുന്നില്ല. താങ്കൾക്ക് നന്നായി കേട്ടിട്ടുണ്ട്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അതിലുണ്ട്, മറുപടിയാകാം, വിശദീകരണമാകാം. അതെ,
ഇന്നലത്തേനേക്കാൾ വളരെ ഹൃദ്യമായ അന്തരീക്ഷത്തിൽ ഞങ്ങളാണ് സംസാരിക്കുന്നത്. ഇന്നലെ ശബ്ദം തന്നെ പറയും. അത് ഓരോന്നിനും മറുപടി ഡയറക്റ്റ്. ഒന്ന്, ഈ പോപ്പുലർ ഫ്രണ്ടിനോട് എനിക്ക് അനുകൂലമുണ്ടെങ്കിൽ ഞാൻ അനുകൂലിക്കുന്നു പറഞ്ഞ് ഞാനെന്താ ഭയപ്പെടേണ്ടത്? പോപ്പുലർ ഫ്രണ്ടുകാർ എത്രയോടെ പുറത്തില്ല. ഇപ്പം ഈ കൊലപാതകത്തിൽ പെടാത്തവരൊക്കെ പുറത്തല്ല. എനിക്കെന്താ പറയുന്നതിന് ദോഷം? ഞാനതിനെ ഒരു പൊയ്മുഖം വെക്കേണ്ട കാര്യം എന്താ? ഞാനതിനെ 100% അടച്ചാക്ഷേപിക്കുന്നു. അതിന് മാത്രമല്ല, വെൽഫെയർ പാർട്ടി, മുസ്ലിം ലീഗ് മുതലായ മുസ്ലിങ്ങൾ ഇന്നത്തെ ഇന്ത്യൻ പരിസ്ഥിതിയിൽ ഞാൻ ഇടതുപക്ഷത്തെ പിന്താങ്ങുന്നത് എന്താണെന്ന് കൂടി പറയാം. കോൺഗ്രസിനെ എങ്ങനെ പിന്താങ്ങും? ത്രിപുരയിൽ അത്രയും അധികം ഭൂരിപക്ഷം ഉണ്ടായിട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നോക്കുമ്പോൾ 1.5% അല്ലാത്ത എല്ലാ കോൺഗ്രസ്സുകാരും ഒലിച്ചു പോയത് BJP-യിലേക്കാണ്. അതുകൊണ്ട് നമുക്ക് ഒരു എല്ലാ അർത്ഥത്തിലും ഈ കോൺഗ്രസ് ഒരു സെക്യുലർ രാഷ്ട്രീയ സംഘടനകൾക്ക് നമുക്ക് സമ്മതമായിരുന്നു. കാരണം അതിൻ്റെ ബസ്സിന് 2 ഡോറുണ്ട്. അതിൽ കയറിയവരെ വേണമെങ്കിൽ മറ്റേ വാതിലൂടെ ഇറങ്ങിപ്പോരാം. ഈ റഹീമിൻ്റെ പാർട്ടിയിൽ കയറി മറ്റേ ഭാഗത്തൂടെ ഇറങ്ങിപ്പോരാൻ കഴിയില്ല. 2 വാതിലില്ല, 1 വാതിലേ ഉള്ളൂ. 2 ഇറങ്ങിപ്പോരുമ്പോൾ തല ഉണ്ടാവില്ല കയ്യിൽ. ടിക്കറ്റ് എടുത്തിട്ട് പൈസ കൊടുക്കാനൊക്കെ തല വേണ്ടേ? അപ്പോൾ അത് അങ്ങനത്തെ ഒരു പാർട്ടി ആയതുകൊണ്ട് മാത്രം ഒരു വിരോധം അല്ലെങ്കിൽ വിസമ്മതം CPM-നോട് എനിക്കുണ്ട്. എന്നാൽ പോലും ജനാധിപത്യത്തോടും മതേതരത്വത്തോടും കൂറ് പുലർത്തുന്ന ഒരു ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് നമുക്ക് സ്വീകാര്യോഗ്യമായത് CPM ആണെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു. വെൽഫെയർകാരോടും ഇതുപോലെ തന്നെ ഈ SDPIക്കാരോടും ഞാൻ പറയുന്നു, നിങ്ങൾ മറ്റെല്ലാം മാറ്റി നിർത്തി പിണറായി വിജയൻ അദ്ദേഹത്തെ ആളുകൾ എങ്ങനെ മുദ്ര കുത്തിയാലും ഞാൻ അദ്ദേഹത്തിന് പിന്നിൽ ഉറച്ചു നിൽക്കുന്ന ഒരു അഭിപ്രായക്കാരനാണ്. അദ്ദേഹത്തിന് പാകപ്പിഴവുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം മുസ്ലിങ്ങളോടോ മറ്റു ന്യൂനപക്ഷങ്ങളോടോ വിരോധമുള്ള ഒരു വ്യക്തിയല്ല. പക്ഷെ ഇവിടെ എന്താണ് സംഭവിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ശരിയായ വിശകലനം നടക്കുമ്പോൾ ക്യാമ്പസ് ഫ്രണ്ട് മാറ്റി നിർത്തും. അവർ പഠിത്തല്ലേ ഉണ്ടായത്, തുടങ്ങിയതാണല്ലോ ഈ ക്യാമ്പസ്. അത് തീർച്ചയായും ഈ കൊലപാതകത്തിന്റെ പ്രധാന ഉത്തരവാദികൾ ഇപ്പോഴത്തെ സംഭവമല്ലേ? ഇവിടെ ഇല്ല 30 ആണ് തീർച്ചയായും. തീവ്രവാദ റിക്രൂട്ട്മെന്റിന്റെ പ്രാഥമിക രൂപവും ഘടനയുമാണ് ക്യാമ്പസ് ഫ്രണ്ട് എന്ന റഹീമിന്റെ ആരോപണമുണ്ട്. കേരളത്തിന് ബോധ്യപ്പെടുന്ന നിലയിൽ അത് നിൽക്കുന്നു. ശ്രീ അബ്ദുള്ളക്ക് അതേക്കുറിച്ചുള്ള ഒരു കമന്റ്. പോപ്പുലർ ഫ്രണ്ടിനെ തള്ളിപ്പറയുന്നുവെങ്കിൽ തള്ളിപ്പറയേണ്ടേ? ഞാൻ മറുപടി പറഞ്ഞില്ല. ക്യാമ്പസ് ഫ്രണ്ടിനോ പോപ്പുലർ 100% തള്ളി പറയും, 101% തള്ളി പറയും. റഹീമിന്റെ മാതിരി സ്വന്തം പാർട്ടിന്റെ എല്ലാത്തിനും ന്യായീകരിക്കേണ്ട യാതൊരു ബാധ്യത എനിക്കില്ല. ഞാൻ പറയുന്നത് PT തോമസ് അസംബ്ലി ന്യായമായി ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ മഹാരാജാസിന്റെ നിങ്ങളെ തട്ടിക്കളയും. പയ്യന്നൂരിലെ രാധാകൃഷ്ണൻ പറയാണ്, പ്രിൻസിപ്പാളിനോട് പറയാ, രാധാകൃഷ്ണൻ ഞാൻ പറയട്ടെ റഹീമേ, രാധാകൃഷ്ണൻ പറയാ പയ്യന്നൂര് എന്നെ തട്ടിക്കളയുന്നു പ്രിൻസിപ്പാളോട് മഹാരാജാസില് 17 ലക്ഷം ഉറപ്പിക്കുക കോളേജിന് ഇതിനു വേണ്ടി മോഡിഫിക്കേഷൻ വേണ്ടി അനുവദിക്കാത്തവർ SFIക്കാര്. ഇതൊക്കെ ഒന്ന് റഹീം പറയും. എന്നേക്കാൾ ഭംഗിയെ താങ്കളെ പോലെ ആദരണീയനായ ഒരു സീനിയർ ജേർണലിസ്റ്റ് കൂടിയാണല്ലോ. എങ്ങനെയാണ് ഒരു ചെറുപ്പക്കാരന്റെ ജീവൻ നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇങ്ങനെ താരതമ്യം ചെയ്ത്, അങ്ങനെയാണെങ്കിൽ ഇതും സംഭവിക്കുമെന്നാണ് നിർഭാഗ്യവശാൽ താങ്കൾ പറഞ്ഞു വെക്കുന്നത്? താങ്കൾ ഈ പറഞ്ഞു വിമർശിക്കുന്നു എന്ന് ഉള്ളിൽ തോന്നുന്നുവെങ്കിലും പുറത്തേക്ക് വരുന്നത് വലിയൊരു പിന്തുണയുടെ സ്വരമാണ്. അല്ല ശരദ, മേലൊരു അഭിമന്യു ഇല്ലാതിരിക്കണമെങ്കിൽ, മേലൊരു അരിൽ ഷുക്കൂർ ഇല്ലാതിരിക്കണമെങ്കിൽ ഇതുപോലെയുള്ള കൊലപാതകങ്ങളും റഹീമിന്റെ പാർട്ടി അവസാനിപ്പിക്കണം. ക്യാമ്പസ് നിയമം അനുവദിക്കുന്ന പ്രശ്നവുമില്ല. അവർക്കില്ലാത്ത കേസാണ് ശ്രീ അബ്ദുള്ള താങ്കൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. 1.5 വർഷം അല്ല. പക്ഷെ ഇവരെ സംബന്ധിച്ച് മുൻവിധിയുണ്ട്. SFI എന്ന് പറയുന്ന സംഘടന, പറയട്ടെ മറുപടി പറയട്ടെ ശ്രദ്ധ, SFI എന്ന് പറയുന്ന സംഘടനയെ സംബന്ധിച്ച് മുൻവിധിയുണ്ട്. അവരുടെ അത്തരത്തിലുള്ളതാണ്. അവരുമായി ഏറ്റുമുട്ടിയിട്ടുണ്ടെങ്കിൽ കൊലപാതകം ഉണ്ടാകും എന്ന ഒരു ധാരണ ഇവർക്കുണ്ട്. ആ ധാരണ കൊണ്ടാണ് അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായ കൊലപാതകം അവിടെ ഇറങ്ങിയത്. അതുകൊണ്ട് ഇവിടെ മടപ്പള്ളി കോളേജായാലും മറ്റ് പല എന്നാ പിന്നെ ഞാൻ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല, ഞാൻ ഇറങ്ങിപ്പോവാ. അല്ല ശ്രീ അബ്ദുള്ള, താങ്കൾ പറഞ്ഞതിൽ അഭിമന്യുവിനെ കൊലപ്പെടുത്താൻ അവർക്കുണ്ടായ ഒരു ന്യായമാണ് താങ്കൾ പറഞ്ഞത്. ഇത് അനുശോചനമാണെങ്കിൽ പറ, ഇത് അഭിമന്യുവിന്റെ അനുശോചനമാണെങ്കിൽ ഞാൻ ആ വിഭാഗം പറയുന്നത് അതിലെ സോഷ്യൽ മീഡിയയിൽ അവരോട് പോസ്റ്റ് കണ്ടതിന് ശേഷം ഞാൻ വരുന്നത്. അവർക്ക് എന്താ പറയാനുള്ളത്? PT തോമസ് പറഞ്ഞതോ AK ആന്റണി പറഞ്ഞതോ ഞാൻ മാത്രമാണ് പറയുന്നത്. എനിക്കൊരു മിനിറ്റ് തരുമോ? ഞാൻ ഒരു കാര്യം ഒന്ന് പറയാം. അതായത്
ഈ PT തോമസും AK ആന്റണി അവരൊക്കെ വിടാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കേരളത്തിൽ എങ്ങനെയാണ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ വളർന്നത്? ഈ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെ എന്നേക്കാൾ നന്നായി അറിയാവുന്ന ആളല്ലേ ശ്രീ അബ്ദുള്ള. AK ആന്റണി, വയലാർ രവി വലിയ സമരങ്ങൾ നടത്തി, KSU രൂപീകരിച്ച് KSUവിലൂടെ ക്യാമ്പസുകളും എല്ലാം അവരുടെ കാൽ കീഴിലാക്കി. അവർക്ക് അങ്ങനെ വളർന്ന നേതാക്കൾ, അങ്ങനെ KSUവിൻ്റെ ഒരു കാലം. ആ KSUവിൻ്റെ കാലത്താണ് ആശയ സമരം. ഇതിനിടയിൽ മരണങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ആ KSUവിൻ്റെ രാഷ്ട്രീയത്തെ അതിജീവിച്ചാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ 70കൾക്ക് ശേഷം SFI രൂപം കൊള്ളുന്നത്, SFI വരുന്നത്. ഈ രൂപത്തിൽ ആശയ സമരത്തിന് ശേഷിയില്ലാതെ ആളെ കൊന്നുകൊണ്ട് ക്യാമ്പസുകളിൽ ആധിപത്യം സ്ഥാപിക്കാമെന്നാണ് ഒരു പാർട്ടി വിചാരിക്കുന്നതെങ്കിൽ ആ പാർട്ടിക്ക് അതിനുള്ള അർഹതയില്ല. അതാണ് ക്യാമ്പസ് ഫ്രണ്ട് തെളിയിച്ചത്. മഹാരാജാസിൽ സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിൽ KSUവും ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റും ജമാഅത്തെ ഇസ്ലാമിയുടെ ഇവരെല്ലാം പറയുന്നുണ്ടല്ലോ ശ്രീ അബ്ദുള്ള. എന്നിരിക്കെ ആളെ കൊന്ന് ഞങ്ങൾ ആധിപത്യം സ്ഥാപിച്ചു കളയാം എന്ന് പറയുന്നതാണോ രാഷ്ട്രീയം? അതായത് പിന്നെ SFI കൊന്നതായ 10-15 എത്രയാണെന്ന് എനിക്ക് കൃത്യം അറിഞ്ഞൂടെ, ഞാൻ പലതും കണ്ടു. അവർ കൊന്നതായ കൊലപാതകത്തിലൂടെ അവരെന്താണോ ആഗ്രഹിച്ചത്? അവിടെ എന്താ ചോദിക്കാത്തത് റഹീമിനോട്? അവർ SFIക്കാർ ആരെയും കൊന്നില്ല എന്ന് റഹീമിന് വാദില്ലല്ലോ. അപ്പൊ അവർ കൊന്നതൊന്നും ഇതിന് പെടൂല. ഒരു അഭിമന്യു കൊല ചെയ്യപ്പെടുമ്പോൾ അത് മാത്രം പിന്നെ മരണത്തിലൂടെ അല്ലെങ്കിൽ കൊലപാതകത്തിലൂടെ ആധിപത്യം സ്ഥാപിക്കലാണ് എങ്ങനെ ഇരയാണെന്നാണ് പ്രശ്നം. നിങ്ങൾ രണ്ടാളും കൂടി ഇവർ പറയുന്നത് അത് മതഭീകരതയുടെ ഇരയാണ്. മനസ്സിലായില്ല. മതത്തിന് നിങ്ങൾ എന്തിനാ ഇതിലേക്ക് കൊണ്ടുവരുന്നത്? ഒരു അത് എന്നാ അപ്പോഴേക്ക് മതം ഇവിടുന്ന് വരുന്നത്? ഈ ക്യാമ്പസ് ഞാൻ മനസ്സിലാക്കിയുള്ള SDPI ഞാൻ പറയട്ടെ ശരത്, ഞാൻ പറയട്ടെ, SDPIയുടെ ഈ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒരു അനിൽകുമാർ, അതുപോലെ തന്നെ അവരുടെ സെക്രട്ടറി പിന്നെ റോയ് എന്താ പേരുള്ള ഒരാളാണ്, റോയ് എന്നാണ് ഏതായാലും ആളൊരു പേര്. ഇവരൊക്കെയാണോ ഇസ്ലാം മതം സ്ഥാപിക്കുന്നവിടെ? അങ്ങനെയാണോ ഇസ്ലാമിക ഉണ്ടായത്? ഇതൊക്കെ നമുക്കൊക്കെ അറിയുന്ന കാര്യങ്ങളല്ലേ. ഇവിടെ ഇസ്ലാം മതം വെച്ച് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇസ്ലാമിന്റെ സംസ്ഥാപനത്തിനും ഭരണത്തിനും ഒക്കെ നടക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടിയൊക്കെ. ഇവരൊന്നും അതിന്റെ ആൾക്കാരല്ല. ഇവര് യഥാർത്ഥത്തിൽ ഇവരുടെ മുഖ്യ ശത്രു ഇടതുപക്ഷമല്ല. ഇടതുപക്ഷം ഇവരുടെ മുഖ്യശത്രുവായി വന്നത് കണ്ണൂർ മുതലായ പ്രദേശങ്ങളിൽ ഇവർക്ക് മേധാവിത്വം കിട്ടിക്കളയും, അഥവാ തങ്ങളുടെ ഈ ചെങ്കോട്ടയിലേക്ക് മറ്റുള്ളവർ കടന്നു കയറും എന്ന് മനസ്സിലാക്കിയിട്ടാണ് CPM ഇവരായിട്ട് ഏറ്റുമുട്ടി. ഇവരുടെ മുഖ്യശത്രു ഫാസിസ്റ്റുകളാണ്. ഈ ഫാസിസ്റ്റുകൾ ഇവിടെ പലരെയും കൊല്ലുന്നുണ്ട്. അവർക്കെതിരെ അരികിൽ പറഞ്ഞ പിന്നെ റിയാസ് മൗലവി അയാളെ കൊന്നപ്പോൾ ഇതുപോലത്തെ ഉറങ്ങിക്കിടക്കുമ്പോൾ ആരെങ്കിലും കൊല്ലുമോ? എന്നാൽ അവിടെ ഒന്നും UAPനെ പറ്റി പറയുന്നില്ല, മറ്റു ബന്ധങ്ങളൊന്നും പറയുന്നില്ലല്ലോ. ആ ഫൈസൽ കോടിയിൽ ആൾ അരി വാങ്ങാൻ വേണ്ടി ഗൾഫിലേക്ക് പോകുമ്പോൾ നമ്മൾ ആ പേരുകളും ആ സംഭവം എല്ലാം ഇതിനോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞാണ്. ഞാൻ വരാം, ഒരു ഇടവേളയിലേക്ക് പോകും. ഈ ഭാഗത്തിൽ ഇപ്പോൾ ശ്രീ അബ്ദുള്ള പറഞ്ഞു വെച്ച വാദമുണ്ടല്ലോ ക്യാമ്പസുകളെ കുറിച്ച്, അവിടേക്ക് വന്ന ആധിപത്യത്തെക്കുറിച്ച്. അത് ഒരു മതപരമായ ഒരു മതഭീകരതയുടെ ഇരയായി നിങ്ങൾ കാണുന്ന ആ വാദത്തെ പൂർണ്ണമായും അദ്ദേഹം നിരാകരിക്കുന്നു. പോപ്പുലർ ഫ്രണ്ടിനെതിരാണ് അദ്ദേഹം. പക്ഷേ ക്യാമ്പസ് ഫ്രണ്ട് ഈ വിഷയം ഇതൊന്നും മതഭീകരതയുടെ പ്രശ്നമേ അല്ല, അഭിമന്യുവിൻ്റെ ജീവൻ പോയത്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്കത് സിനിമയിൽ ഒരു രംഗമുണ്ട്. എൻ്റെ അച്ഛൻ പാവമാണ്, എൻ്റെ അച്ഛൻ പാവമാണ്, എൻ്റെ അച്ഛൻ പാവം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കും, എങ്കിലും എൻ്റെ അച്ഛൻ മഹാകാലനാണ് എന്ന് പറയുന്നൊരു രംഗമുണ്ട്. അതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. പ്രേക്ഷകർക്കെല്ലാം ഓർമ്മയുണ്ടാകുക രംഗം. ഏതാണ്ട് ഇദ്ദേഹം സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. പോപ്പുലർ ഫ്രണ്ട് മഹാക്കുഴപ്പമാണ്, പോപ്പുലർ ഫ്രണ്ട് മഹാക്കുഴപ്പമാണ്, ഇതിൻ്റെ ഇടയിൽ കൂടെ പോപ്പുലർ ഫ്രണ്ട് എന്ന ആ പാവമാണ്, അതിൻ്റെ ഇരവാദവും പറയും. അദ്ദേഹം എന്ത് വക്കാലത്താണ് പറഞ്ഞത്? ശ്രീ മിസ്റ്റർ O അബ്ദുള്ള അങ്ങ് മനസ്സിലാക്കണം, അദ്ദേഹം താങ്കൾ പറയുന്നു അമുസ്ലിങ്ങൾ കൂടി ഉൾപ്പെടുന്ന പാർട്ടിയാണ് SDPI, അല്ലാന്ന് ആര് പറഞ്ഞു? പക്ഷേ SDPI പോറ്റ് വളർത്തുന്ന SDPIയുടെ മാതൃസംഘടനയുടെ പേരാണ് പോപ്പുലർ ഫ്രണ്ട്. ആ പോപ്പുലർ ഫ്രണ്ടിനുള്ളിൽ ഒരു മുസ്ലിമിനെ എന്നല്ല ഒരു സ്ത്രീയെ പോലും നിങ്ങൾക്ക്, ഒരു അമുസ്ലിമിനെ എന്നല്ല ഒരു സ്ത്രീയെ പോലും നിങ്ങൾക്ക് കാട്ടിത്തരാനാകില്ല. ഇസ്ലാം മത വിശ്വാസിയായ ഒരു സ്ത്രീക്ക് പോലും പ്രവേശനമില്ല പോപ്പുലർ ഫ്രണ്ടിനുള്ളിലേക്ക്. ക്യാമ്പസ് ഫ്രണ്ടിലാവാന്ന് പറയുന്നത്. പക്ഷേ ക്യാമ്പസ് ഫ്രണ്ടിൽ മുസ്ലിങ്ങളാകാം, മുസ്ലിങ്ങൾക്ക് പുറത്ത് അമുസ്ലിങ്ങളുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ സ്ത്രീയുടെ കാര്യം പറയുന്നത്. സ്ത്രീ അവർക്ക് വനിതാ ഫ്രണ്ട് വേറെയാ, സ്ത്രീ അവർക്ക് വിമൻസ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് വേറെയാണ്. ഈ ക്യാമ്പസ് ഫ്രണ്ടിന്റെ എനിക്ക് ഒരുപക്ഷെ ഒരു സംശയമുണ്ട് എനിക്ക് അക്കാര്യത്തിൽ അങ്ങയുടെ ചോദ്യത്തിന്. പക്ഷേ മതപരമായി ഇപ്പൊ ഇന്നലത്തെ ചർച്ചയിൽ, ഇപ്പൊ ഇന്നലത്തെയും ഇന്നിപ്പോ ആദ്യവും ശ്രീ O അബ്ദുള്ള പറഞ്ഞതാ, അങ്ങ് പറയുന്നത് ക്ഷമിക്കണം, അങ്ങയുടെ പ്രായത്തെയൊക്കെ ഞാൻ ബഹുമാനിക്കുന്നു. മിസ്റ്റർ O അബ്ദുള്ള, അങ്ങ് പറയുന്നതെല്ലാം പരസ്പര വിരുദ്ധമാണ്. അങ്ങ് പറയുന്നതെങ്കിലും ഒന്ന് ഒരുമിച്ച് പറയുമ്പോഴെങ്കിലും അങ്ങ് പറയുന്നു ഇവിടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ തകർച്ച കാരണമാണ് മുസ്ലിം പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഈ സംഘടന ഉണ്ടാകുന്നതെന്ന്. അത് മുസ്ലിം സംഘടന പാടില്ല എന്ന് നിങ്ങൾ പറയുന്നു, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, പോപ്പുലർ ഫ്രണ്ട് പാടില്ല എന്ന് ഞാൻ പറയുന്നു. ഇതാണല്ലോ നിങ്ങളുടെ വാദം. അപ്പോൾ ഇത് മുസ്ലിം സംഘടന ആണ്, അതുകൊണ്ട് ഇത് പാടില്ല എന്നാണ് നിങ്ങൾ ബേസിക്കലി പറയുന്നത്.
എന്നിട്ട് നിങ്ങൾ പറയുന്നു മനസ്സിലായില്ല, എനിക്ക് അല്ല, 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 എന്നിട്ട് ഒരു മിനിറ്റ് അങ്ങ് രണ്ട് അതേസമയം ഒ അബ്ദുള്ള എന്ത് പറയുന്നു? ഇത് മുസ്ലിം സംഘടനയല്ല, ഇതിൽ അമുസ്ലിങ്ങൾ ഉണ്ട്. ചുരുക്കത്തിൽ ഇദ്ദേഹം എത്ര എളുപ്പത്തിലാണ് പോപ്പുലർ ഫ്രണ്ട് ന്യായീകരിക്കാൻ നോക്കുക. ഇപ്പോ ഒരു കൊന്നു കളഞ്ഞിട്ട് ന്യായീകരിക്കുന്ന ഒരു തീവ്രവാദിയുടെ യഥാർത്ഥ ലക്ഷണങ്ങളോട് കൂടിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ NDF ഇന്നലകളിൽ ഈ പോപ്പുലർ ഫ്രണ്ട് ഇങ്ങനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തുടർച്ചയായിട്ട് പോപ്പുലർ ഫ്രണ്ടിന് വരാൻ പറ്റാത്തിടത്തെല്ലാം പോയി വർത്തമാനം പറയാൻ താങ്കളെപ്പോലുള്ള ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാധ്യമപ്രവർത്തനത്തിലെല്ലാം തന്നെ ഒരുപാട് പരിചയമുള്ള നിരവധി പേരെ അവരിങ്ങനെ കണ്ടുപിടിക്കുകയാണ്. എന്നിട്ട് അങ്ങേപ്പോലുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുകയോ നിങ്ങളെ അവർ വാടകയ്ക്ക് എടുക്കുകയോ ചെയ്യുന്നു. ഏതാണ് അങ്ങ് പറയുക? എന്നിട്ട് അങ്ങ് പറയുക. ഞാൻ വിനീതമായി ചോദിക്കുന്നു, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു. അടുത്ത ഊഴത്തിൽ താങ്കൾ പറയൂ, ഇന്ത്യയിലെ സംഘപരിവാർ ഫാസിസത്തെ, ഹിന്ദുത്വ ഭീകരതയെ എതിർക്കാൻ മതപരമായി സംഘടിച്ച് മുസ്ലിങ്ങളെ കൂട്ടി സംഘടിപ്പിക്കുന്നത് രാജ്യത്തെ ശിഥിലമാക്കില്ലേ? ഇതാണ് SFI. അഭിമന്യു എന്തിനാണ് വർഗീയത തുലയട്ടെ എന്ന് എഴുതി വെച്ചത്? ഈ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ്. മതപരമായി നിങ്ങൾ സംഘടിച്ചാൽ ഈ രാജ്യം ശിഥിലമാക്കപ്പെടും, എന്റെ രാജ്യം അനാഥമാക്കപ്പെടും എന്ന ബോധ്യത്തിലാണ് വർഗീയത തുലയട്ടെ എന്ന് അഭിമന്യു എഴുതിയത്. ഇന്ന് കേരളം അത് ഏറ്റെഴുതുന്നത്. ഞാൻ അങ്ങയോട് ചോദിക്കുന്നു, ആ കുഞ്ഞു പൈതൽ നിങ്ങളുടെ ഒരു ചെറുമകന്റെ പ്രായമല്ലേ ഉള്ളൂ, ആ കുട്ടിയുടെ കൈകൊണ്ട് എഴുതിയിട്ട വർഗീയത തുലയട്ടെ എന്ന് എഴുതിയിട്ടതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അങ്ങ് പറ. ഇനി മുസ്ലിങ്ങൾ പ്രത്യേകിച്ച് സംഘടിച്ച് ഹിന്ദു രാഷ്ട്രവാദത്തിനെതിരെ നിന്നാൽ അത് രാജ്യത്തെ ശിബിരമാക്കില്ലേ? അത് RSS അല്ലേ ആത്യന്തികമായി ഊർജം പകരുക? ഒരു മുസ്ലിം പൊളിറ്റിക്സ് മുന്നോട്ട് വെക്കപ്പെടുന്നത് RSS അല്ലേ ആത്യന്തികമായി ഊർജം പകരുക? തീർച്ചയായും ആ ചോദ്യങ്ങൾ ശ്രീ ഒ അബ്ദുള്ള എനിക്ക് വേണ്ടി ഒന്ന് മനസ്സിൽ റിസർവ് ചെയ്യുക. ഒരു ഇടവേള ഈ ഘട്ടത്തിൽ പോകേണ്ടതുകൊണ്ടാണ്. അതിനുശേഷം താങ്കളിലേക്ക് തന്നെയാണ് വരുന്നത്. വർഗീയത തുലയട്ടെ എന്നെഴുതിയ അഭിമന്യുവിനെ തീർക്കുമ്പോൾ ഈ ദളിത് പരിസ്ഥിതി നിലപാടുകളുണ്ട് എന്ന് പറയുന്ന ഒരു സംഘടന തന്നെയാണ്, ആ നിലപാടുകളിൽ നിന്നുകൊണ്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ മുമ്പിൽ നിൽക്കുന്ന ഒരു സംഘടന തന്നെയാണ് ആ അഭിമന്യു എന്ന ചെറുപ്പക്കാരനെ ഇല്ലാതാക്കിയത്. ഗുരുതരമായ, ഗൗരവമായ, ആശങ്കാജനകമായ നിരവധി സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങൾ രൂപപ്പെടുത്തുന്നു. അതേക്കുറിച്ചുള്ള ചർച്ച കേരളത്തിന് മുന്നോട്ട് കൊണ്ടുപോയേ കഴിയും. പ്രൈം ഡിബേറ്റ് തുടരുകയാണ്. ഒ അബ്ദുള്ള, ഇപ്പോൾ കൈവെട്ട് കേസ്, ഇപ്പോൾ ക്യാമ്പസിലെ അഭിമന്യുവിൻ്റെ കൊലപാതകം, ഇത് രണ്ടും ഒരുപോലെ തന്നെ കേരളം കൃത്യമായി എതിർക്കുന്നതാണ്. താങ്കളടക്കം എല്ലാവരും, നമ്മളെല്ലാവരും എതിർക്കുന്നത് തന്നെയാണ്. പക്ഷേ ഒരു പ്രധാന പ്രശ്നം, മതപരമായി റിക്രൂട്ട് ചെയ്ത്, അത് ഏത് വ്യാഖ്യാനത്തിൽ വേണമെങ്കിലും താങ്കൾക്ക് എടുക്കാം, രാഷ്ട്രീയമായിട്ടാണെങ്കിലും അല്ലാതെയും മതപരമായി റിക്രൂട്ട്മെൻറ്റ് നടത്തിക്കൊണ്ടാണ് ഈ മുസ്ലിം സമുദായത്തിൻ്റെ ബദൽ എന്നത് ഏതെങ്കിലും തരത്തിൽ സംഘപരിവാർ പ്രതിരോധമായി മാറാമോ? ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ പരാജയപ്പെടുന്നുവെന്ന് വാദം ഉന്നയിക്കുമ്പോഴും അതിൻ്റെ പ്രതിരോധവും അതിൻ്റെ പ്രതിവിധിയും ഈ മതപരമായ റിക്രൂട്ട്മെൻറ്റും അതിൻ്റെ രാഷ്ട്രീയവും ആണോ എന്നൊരു ചോദ്യമുണ്ട്. അതാണ് നേരത്തെ റഹീം ചോദിച്ചത്. താങ്കളുടെ അഭിപ്രായം അക്കാര്യത്തിൽ എന്താണെന്ന്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ അന്വേഷണം മുന്നോട്ട് പോകുന്ന ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ഇപ്പോൾ തന്നെ തെരുവിലിറങ്ങി ഈ അന്വേഷണത്തിനെതിരായ ഒരു നിലപാട് സ്വീകരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ SDPI എടുക്കുന്ന നിലപാട് ജനാധിപത്യപരമായി കരുതാനാവുമോ? താങ്കൾ അതിനെ പിന്തുണയ്ക്കുന്നുണ്ടോ? രണ്ടാമത്തെ ചോദ്യത്തിന് ഞാൻ ആദ്യം ഉത്തരം പറയാം. നമ്മൾ എങ്ങനെ ചർച്ച ചെയ്താലും അവരുടെ ദൃഷ്ടിയിൽ ഈ സംഭവത്തിൽ അവർക്ക് അവരുടേതായ ന്യായങ്ങളുണ്ടാവും. ആ ന്യായത്തിനോട് ഞാൻ 1% പോലും യോജിക്കുന്നില്ല. പക്ഷെ അവർക്ക് അവരുടേതായ ന്യായങ്ങൾ, അവർ പറയുന്നത് 10-100 ആൾക്കാർ അവിടെ ഒരുങ്ങി നിന്നിരുന്നു, അവരുടെ ഒരു ആരോപണം മർദ്ദിച്ചിരുന്നു, ആ മർദ്ദനത്തെ തുടർന്നുണ്ടായതായ ഒരു പ്രതികാരമാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ 1% യോജിക്കുന്നില്ല. അതുകൊണ്ട് റഹീം അതിന് മറുപടി പറയേണ്ടതില്ല, ഞാൻ യോജിക്കുന്നില്ല. പക്ഷേ ആ പാർട്ടി അടങ്ങിയിരിക്കുമോ? നിയമാനുസൃതം പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ അവർക്ക് ഇനി മുമ്പോട്ട് പോവേണ്ടതുണ്ട്. ഇങ്ങനെ ഒരു കൊലപാതകം ഇല്ല, ഞാൻ അതിന് 100% വിമർശിക്കുന്നു. ഞാനതിനെ വിമർശിക്കുന്നു. അങ്ങനെ ഓരോന്നിനും ശരിയിട്ട് പോകാൻ കഴിയില്ല. നമ്മൾ സംസാരിക്കുകയല്ല, റഹീം സംസാരിക്കുമ്പോൾ താങ്കൾ അങ്ങനെ ചോദിക്കാറില്ല. ഞാൻ പോയിന്റ് പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായം, അതായത് ഈ ഫാസിസ്റ്റ് വിഭാഗത്തിനെ ചെറുക്കാൻ മുസ്ലിങ്ങൾ പോലുള്ള ഈ സാമുദായിക വിഭാഗങ്ങൾ, ന്യൂനപക്ഷ വിഭാഗങ്ങൾ സംഘടിക്കുന്നത് ശരിയാണോ രാഷ്ട്രീയമായി? ഈ ഇത്തരത്തിലുള്ള SDPI മോഡൽ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. ഒരു നിലയ്ക്ക് യോജിക്കുന്നതിൽ മാത്രമല്ല, ഞാൻ അതിനെ അങ്ങേയറ്റം അപലപിച്ച് എഴുതിയ ഒരുപാട് ലേഖനങ്ങളുണ്ട്. കാരണം ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിൽ ചെറിയൊരു ന്യൂനപക്ഷം മാത്രമേ വളരെ അഗ്രസീവ് ആയിക്കൊണ്ടുള്ള RSS പ്രത്യയശാസ്ത്രത്തിനോട് കൂറ് പുലർത്തുന്നുള്ളൂ. ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിന് സൗജന്യവും സൗമനസ്യവും സൗഹാർദ്ദവും കൊണ്ടാണ് ഇവിടെ ഇപ്പോൾ നിലനിൽക്കുന്ന ഈ ഇന്ത്യൻ അന്തരീക്ഷം, പ്രത്യേകിച്ച് കേരളത്തിലെ അന്തരീക്ഷം. ആ അന്തരീക്ഷം തകർക്കാൻ, നശിപ്പിക്കാൻ മാത്രമേ ഈ തരത്തിലുള്ളതായ ആയുധങ്ങൾ എന്തിക്കൊണ്ടോ അല്ലെങ്കിൽ ഫിസിക്കലായിട്ട് ഏറ്റുമുട്ടലുകൾ കൊണ്ട് സാധിക്കുകയുള്ളൂ എന്ന കാരണത്താലാണ് ഞാൻ അവരെ എതിർക്കുന്നത്. ഒരിക്കലും തന്നെ ഏറ്റുമുട്ടലിന്റെ രാഷ്ട്രീയം വിജയിക്കാൻ പോകുന്നില്ല. ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ഭൂരിപക്ഷം എങ്ങാനും
ഇവരുടെ ലൈനിലേക്ക് ചിന്തിച്ചിരുന്നെങ്കിൽ റോഹിംഗ്യക്കാൾ വലിയ അപകടമാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ നമ്മൾ എന്തുകൊണ്ട് പിന്നെ അവരുണ്ടാവുന്നു എന്ന ചോദ്യത്തിന് ഞാൻ മറുപടി പറയുക, അത് ഇടതുപക്ഷ ഗവൺമെന്റിൽ നിന്നുള്ള പ്രതീക്ഷ അവർ പിന്നെ ഒരുപാട് താരതമ്യേന വളരെ ബെറ്ററാണ്. മറ്റ് പല സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ബെറ്ററാ. പക്ഷേ ചില കാര്യങ്ങളിൽ എടുക്കുന്ന നിലപാട് അവർക്ക് സംശയമുണ്ടാക്കുന്നു. ഉദാഹരണമായി ആദിയ സംഭവം. ഈ ആദിയ സംഭവത്തിൽ അവർക്ക് ഹൈക്കോടതി വിധിച്ചത് പ്രൊട്ടക്ഷൻ, അവർക്കാണ് പ്രൊട്ടക്ഷൻ. പക്ഷെ അവിടെ നൽകിയത് എന്താണ്? ഇവിടുത്തെ പിണറായി സർക്കാരിനെ പറ്റി അവർ പറയുന്ന വിമർശനം. അവിടെ കുമ്മനം രാജശേഖരന് പോകാൻ അനുവാദം, അവിടെ പിന്നെ ഈ രാഹുൽ ഈശ്വറിന് പോകാനുള്ള അനുവാദം, അവർ 100% അനുകൂലിക്കുന്ന ജാമിത എന്ന് പറയുന്ന പെൺകുട്ടിക്ക് പോകാനുള്ള അനുവാദം, ആദിയയുടെ വിശ്വാസ പ്രമാണത്തെ മുറുകെ പിടിക്കുന്ന ഒരാൾക്ക് പോലും അങ്ങോട്ട് പ്രവേശനമില്ല. അതാ ഗൃഹനാഥന്റെ തീരുമാനമാണ്. വനിതാ കമ്മീഷൻ അധ്യക്ഷയെ പോലും കയറ്റിയിട്ടില്ല വീട്ടുക. അത് അഖിലേന്ത്യാ വനിതാ കമ്മീഷൻ ചെയർമാൻ അല്ല, ഈ സർക്കാരിനെ പഴിക്കുമ്പോൾ ഇവിടുത്തെ ജോസഫൈൻ, MC ജോസഫൈൻ എന്ന വനിതാ കമ്മീഷൻ അധ്യക്ഷയെ പോലും ആ വീട്ടിൽ കയറ്റിയിട്ടില്ല. അങ്ങനെ എന്റെ ഒരു ഓർമ്മയിൽ നിന്നാണ് റഹീം ഞാൻ പറയുന്നത്. ശ്രീ അബ്ദുള്ള ഇല്ല. പക്ഷെ എന്തുകൊണ്ട് കുമ്മനം രാജശേഖരൻ, ഞാൻ രാഹുൽ ഈശ്വരനോട് ചോദിച്ചു, ഞാൻ കൂടെ പോരട്ടെ, ഞാൻ കൂടെ എത്ര തവണ രാഹുൽ ഈശ്വരൻ അനുവാദം കൊടുത്തു. അപ്പൊ ഇത് അനുവദിക്കാതിരിക്കുമ്പോൾ ഇവർക്കുണ്ടാകുന്ന സംശയം, ഉറങ്ങിക്കിടക്കുന്ന റിയാസ് മൗലവിയെ വെട്ടിക്കൊല്ലപ്പെടുമ്പോൾ അതിന് നൽകുന്നതായ അപ്രാധാന്യം, ഇങ്ങനത്തെ എത്രയോ സംഭവങ്ങൾ. പിന്നെ ഈ പറഞ്ഞതായ MM അക്ബർ, അദ്ദേഹം അതിലൂടെ അങ്ങനെ ആസ്ട്രേലിയയിൽ നിന്ന് അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ വഴി വെച്ച് പിടിച്ചുകൊണ്ടിരുന്നു. ശോഭന ഈ സുരേന്ദ്രനും മറ്റേത് തന്നെ ശശികല ടീച്ചർക്കും വായിൽ തോന്നിയത് ഒരു മുഴുവൻ മുസ്ലിം പെൺകുട്ടികളെയും ബലാത്സംഗം ചെയ്യണമെന്ന് പ്രസംഗിച്ച് ഒരുത്തൽ ഇവിടെ ഇല്ലേ കേരളത്തിലെ വീരൻ, അയാൾക്ക് ഇതിലെ പെറ്റി കേസ് എടുത്തോ. അപ്പൊ ഇതെല്ലാം തന്നെ മുസ്ലിം സമുദായത്തിലെ ഒരു വിഭാഗത്തിന് പറഞ്ഞതിൽ ഒരു വൈരുദ്ധ്യം. ഈ കേസിൽ ഈ വാദം അത് താങ്കൾ ഇന്നലെയും പറഞ്ഞു, മലയാളി കേട്ട് കഴിഞ്ഞതാണ്, അത് താങ്കൾ ഇപ്പോഴും ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഒരു വ്യത്യാസം ഞാൻ കണ്ടത്, ഇത് താങ്കൾ പറഞ്ഞു കേരളത്തിൽ ജീവനും സ്വത്തിനും മുസ്ലിങ്ങൾക്ക് സംരക്ഷണമുണ്ട് എന്ന് പറയുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ചലനാത്മകമായ സമൂഹത്തിൽ എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ഒരു തീരുമാനം ഉണ്ടാവില്ലല്ലോ. ഇതെല്ലാം ഈ താങ്കൾ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം മതപരമായ ഒരു റിക്രൂട്ട്മെന്റിന് പാകപ്പെട്ടതാണെന്ന് ആരെങ്കിലും കരുതും എന്ന് എനിക്ക് സംശയമുണ്ട്. താങ്കൾ പറഞ്ഞ ഒരു കാര്യം പോലും ഈ പറഞ്ഞ മതപരമായ ഒരു മുസ്ലിം സമുദായത്തിന് പോലും അപകടകരമായ മതപരമായ റിക്രൂട്ട്മെന്റിന് യോജിച്ചതേ അല്ല. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും അതിനെ എതിർക്കുന്നത്. അത് ക്യാമ്പസ് മുതൽ തുടങ്ങുന്നു, ക്യാമ്പസ് ഫ്രണ്ടിലൂടെ പോപ്പുലർ ഫ്രണ്ടിലെത്തുന്നു, IS റിക്രൂട്ട്മെന്റ് വരെ എത്തുന്നു. കാരണങ്ങളാൽ അതിന് പറ്റിയ കാരണമാണോ ഈ പറഞ്ഞതൊക്കെ? മതപരമായ കാരണങ്ങളാൽ പറയട്ടെ, മതപരമായ കാരണങ്ങളാൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ മതപരമായി തന്നെയല്ലേ പിന്നെ ആൾക്കാർ ഒരുമിച്ച് വിടുക. മതപരമായ കാരണങ്ങളാൽ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് തോന്നലുണ്ടാകുമ്പോൾ മതപരമായ റിക്രൂട്ട്മെന്റ് തന്നെയല്ലേ സംഭവിക്കാം. മതപരമായ പീഡനം കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഒ അബ്ദുള്ള ആവർത്തിച്ച് വിശ്വസിക്കുന്നത്. ഞാൻ താങ്കളിലേക്കാണ് വരുന്നത്. ആ ഒരൊറ്റ പോയിന്റിൽ റഹീം അദ്ദേഹം ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, മതപരമായ പീഡനം അവരങ്ങനെ നടത്തുന്നത് അതുകൊണ്ടാണെന്നാണ് താങ്കളും കരുതുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. മുസ്ലിം സമുദായത്തിന് അസ്വസ്ഥമുണ്ടാക്കുന്ന ചില ചലനങ്ങൾ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഈ ഓരോ പ്രശ്നവും അത് ഒരു കേരളം പോലൊരു സമൂഹം ഏറ്റെടുക്കാവുന്നതാണോ? മുസ്ലിം സമുദായം ഏറ്റെടുക്കാൻ പാകത്തിനുള്ള കാരണങ്ങളാണോ? അതാണ് പ്രശ്നം. ഇത് കളവ് പറയുന്നവർക്കൊരു പ്രശ്നമുണ്ട്. തുടർച്ചയായി കളവ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് വലിയ കള്ളം തന്നെ പറയും. ഇന്നലെ ഇദ്ദേഹം പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം തന്നെ മറ്റൊരു ചാനലിൽ അവതാരകന്റെ തന്നെ ചോദ്യത്തിന് തകർന്നു പോയതാണ്. അദ്ദേഹം വീണ്ടും ഇത് ആവർത്തിക്കുകയാണ്. എന്താണ് ഈ പറയുന്നതിന്റെ അർത്ഥം? ഇവിടെ എവിടെയാണ് വിവേചനം? അല്ലല്ല, അങ്ങ് പറയരുത്. MM അക്ബറിനെതിരെ എടുത്ത കേസ് ശശികലയ്ക്കെതിരെ എടുത്തിട്ടുണ്ട്. MM അക്ബറിനെതിരെ എന്ത് അറസ്റ്റ് ചെയ്തു എന്നാണ് അങ്ങ് ചോദിക്കുന്നത്. അക്ബർ ഇവിടെ ലുക്ക് ഔട്ട് നോട്ടീസ് ഉണ്ടായിരുന്നു. അദ്ദേഹം അന്വേഷണത്തോട് സഹകരിക്കാൻ തയ്യാറാകാതെ രാജ്യം വിട്ടുപോയ ആളാണ്. ഇതെല്ലാം എത്രയോ സന്ദർഭങ്ങളിൽ സംസാരിച്ച കാര്യങ്ങളാണ്. ഇനി എവിടെയാണ് വിവേചനം? വിവേചനമില്ല എന്ന് മാത്രമല്ല, ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരിടത്ത് നിർഭയമായി അല്ലല്ല, അങ്ങയുടെ ഊഴത്തിൽ അങ്ങ് പറഞ്ഞാൽ മതി, അങ്ങയുടെ ഊഴത്തിൽ പറഞ്ഞാൽ മതി, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇന്ത്യയിൽ ഒരാളും പറയില്ലത്. ഇന്ത്യയിൽ മറ്റുള്ളവർ കേരളത്തിൽ വന്ന് താമസിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഏത് സുരക്ഷിതത്വത്തിന് വേണ്ടി? അതാണ് കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം, സാമൂഹ്യ സാഹചര്യം. ആ സാമൂഹ്യ സാഹചര്യത്തെ കുറച്ചു കാണുകയും ഇവിടെ ന്യൂനപക്ഷ വർഗീയത ഉണ്ടാക്കുന്നതിനുള്ള
പ്രത്യയശാസ്ത്രപരമായ അടിത്തറ അതിനൊരു മറുവാദമില്ലേ? ഇവരുടെ ഈ റിക്രൂട്ട്മെന്റ് യഥാർത്ഥത്തിൽ ഈ ജനാധിപത്യത്തെ നവീകരിക്കുന്നതിനോ ഇന്ത്യൻ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനോ കേരളത്തെ പുരോഗമനത്തിന്റെ ഒരു തലത്തിലേക്ക് കൊണ്ടുപോകാനോ ആണോ ഈ റിക്രൂട്ട്മെന്റ്? അതും കൂടി കാണണ്ടേ? അല്ല ശരത്തെ, ഇത് അതല്ലാതെ മാത്രമല്ല, ഇത് വരുന്ന പ്രശ്നം എന്തെന്നറിയാമോ? ഇവർക്ക് സംഘടിക്കാൻ എന്ത് വേണം? ഇവിടെ മുസ്ലിങ്ങൾ കേരളത്തിൽ അരക്ഷിതരാണ് എന്നും ഇപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം തന്നെ വെറുതെയെങ്കിലും പുറമെയെങ്കിലും പറയേണ്ടി വന്നല്ലോ, ഇടതുപക്ഷമാണ് ഏറ്റവും നല്ല ഓൾട്ടർനേറ്റീവ് എന്ന് ശ്രീ ഒ അബ്ദുള്ള പറയുന്നുണ്ട് അപ്പോഴപ്പോഴൊക്കെ. അതല്ല എന്ന് വരുത്തി തീർക്കണം അവർക്ക്. അതല്ല എന്ന് വരുത്തി തീർക്കാൻ ഇടതുപക്ഷം ഒരു ഭീകര സംഘടനയാണെന്നും അതൊരു മുസ്ലിം വേട്ട നടത്തുന്ന ഭീകര സംഘടനയാണെന്നും തുടർച്ചയായി പറയുന്നു. ഇവിടെ വരുന്നതാ, പിണറായി ഗവൺമെന്റ് കീഴിലോ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിലോ മുസ്ലിങ്ങൾ അരക്ഷിതരാണ് എന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നവമാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തുകയാണ്. അത് നവമാധ്യമങ്ങളിൽ നാഥനില്ലാത്ത പോസ്റ്റുകളിൽ ഒ അബ്ദുള്ളക്ക് വായിക്കുകയും രസിക്കുകയും ചെയ്യാം, പോപ്പുലർ ഫ്രണ്ടുകാരൻ രസിക്കാം. പക്ഷെ ഇതുപോലെ ഫാക്ടുകളുടെ മുമ്പിൽ വെച്ച് ജനങ്ങളുടെ മധ്യത്തിൽ നടക്കുന്ന ഒരു ചർച്ചാ സംവാദത്തിൽ എങ്ങനെയാണ് അത് ഉന്നയിക്കുന്നത്? അത് നിൽക്കില്ല. വീണ്ടും വീണ്ടും അദ്ദേഹം തൊട്ടുകൊണ്ടിരിക്കുന്നത്. ഒ അബ്ദുള്ളയെ പോലെ ഒരാൾ ഈ സംവിധാനത്തെ, ഈ മൂവ്മെന്റിനെ, ഈ റിക്രൂട്ട്മെന്റിനെ വിമർശിക്കുമ്പോൾ തന്നെ സ്വാധീനിക്കപ്പെടുന്നു എന്നാണോ ഈ പറഞ്ഞു നിർത്തുന്നത്? തീർച്ചയായിട്ടും. ഇത് പ്രശ്നം എന്നറിയാമോ? ഇദ്ദേഹം മാത്രമല്ല, നിരവധി സാംസ്കാരിക ബുദ്ധിജീവികൾ, ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ചർച്ചയിൽ തന്നെ ഞാൻ നിലപാട് പറഞ്ഞു. യഥാർത്ഥത്തിൽ കൈവെട്ടാൻ പോകുന്നവരെക്കാൾ അപകടം ഇവർക്ക് ഈ സാംസ്കാരിക ഭാഷയും ചമച്ചു കൊടുക്കുന്ന സൈദ്ധാന്തിക അടിത്തറയ്ക്ക് വേണ്ടി ഇങ്ങനെ പുറമേ കൊടുക്കുന്നതാണ്. ശരത്തിന് ഓർമ്മയുണ്ടാകും, അദ്ദേഹം എച്ച് ശരനായ ഒരു മനുഷ്യനാണ്, അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കുന്നതിൽ ക്ഷമിക്കണമെങ്കിലും NDF എന്ന സംഘടന, അന്ന് ശരത്തിലെ മാധ്യമപ്രവർത്തകരായി ഫീൽഡിലുള്ള സമയമാണെന്ന് എൻ്റെ ഓർമ്മ. NDF എന്ന സംഘടന ഉണ്ടാകുന്ന സമയത്ത് ഇവർ അഭയം പ്രാപിച്ചത് അന്നത്തെ മനുഷ്യാവകാശ പ്രവർത്തകരിൽ പ്രമുഖരായിരുന്ന ശ്രീ മുകുന്ദൻ സി മേനോനായിരുന്നു, BRP ഭാസ്കറെ പോലുള്ളവർ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള പൊതു സമൂഹത്തിന്റെ ഇടയിൽ മറ്റു പല മേഖലകളിലൂടെയും നിസ്വാർത്ഥമായ സേവനങ്ങളിലൂടെ പലതരത്തിലും ഇടപെട്ടിട്ടുള്ള ആളുകൾ. ആ അക്കൗണ്ടബിലിറ്റി, അവരുടെ ഗുഡ്വില്ലിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇവർ യഥാർത്ഥത്തിൽ മുമ്പോട്ട് വയ്ക്കുന്നത്. എം എൻ കാരശ്ശേരി കഴിഞ്ഞൊരു ചർച്ചയിൽ പറഞ്ഞത് കൂലി എഴുത്തുകാർ, അതെ, അത് തന്നെയാണ്. ഇത് പലതരത്തിൽ ഇവരെ സ്വാധീനിക്കുകയാണ്. ഇപ്പൊ കേരളം യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങളാണ്. കേരളത്തിൽ ഈ അടുത്ത കാലത്ത് നടന്ന സമരങ്ങൾ നോക്കൂ. ഈ സമരങ്ങളിൽ ഇവർ പോയിരിക്കുകയാണ്. എങ്ങനെയാ പോയിരിക്കുന്നത്? ഇവർ പോകുന്നത് ജനകീയ മുന്നണി, ജനകീയം എന്ന പദത്തെ ബ്രാൻഡായി ഇവർ ബ്രാൻഡ് ചെയ്യാണ്. ഒരു കാര്യം കൂടി ഞാൻ വിട്ടുപോയൊരു ഭാഗം ഒരു പ്രേക്ഷകൻ തന്നെ ഒരു മെസ്സേജിലൂടെ ഓർമ്മപ്പെടുത്തുകയായിരുന്നു. 10-15 പേരെ SFIക്കാർ കൊലപ്പെടുത്തിയെന്ന് അദ്ദേഹം പറഞ്ഞു. എന്ത് നിഗമനത്തിന്റെ, എന്ത് ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞത്? പച്ചക്കള്ളമാണെന്ന് പറയുന്നത്, പച്ചക്കള്ളമാണ്. SFIയുടെ കൈകൊണ്ട് കേരളത്തിന്റെ ക്യാമ്പസുകളിൽ ഒരാളും കൊല ചെയ്യപ്പെട്ടിട്ടില്ല. ആകെ പറയാവുന്ന ഒരു കാര്യം ഈ പരുമല കോളേജുമായി ബന്ധപ്പെട്ടതാണ്. പുഴയിൽ ചാടി മുങ്ങി മരിച്ചതാണ് എന്ന് കേസ് നടത്തി തെളിയുകയും ചെയ്തു. ആകെ SFIക്ക് ഉണ്ടായിരുന്ന ഒരു സംഘർഷമുണ്ടായിരുന്നു. ക്യാമ്പസുകളിൽ സംഘർഷം സ്വാഭാവികമാണ്. പക്ഷേ സംഘർഷം ഒരു കൊലപാതകത്തിലേക്ക് പോവുകയും SFIക്കാരന്റെ കൈകൊണ്ട് 70 മുതൽ ഇതുവരെയുള്ള ചരിത്രത്തിൽ ഒരാൾ പോലും കൊല ചെയ്യപ്പെട്ടിട്ടില്ല. പകരം 33 പേർ SFI കൊടി പിടിച്ചതിന്റെ പേരിൽ ആ കൊടി മരച്ചോട്ടിൽ മരിച്ചു വീണിട്ടുണ്ട്. ശ്രീ അബ്ദുള്ള, ഒരു വലിയ ഉത്തരവാദിത്തമാണ് താങ്കളിലേക്ക് വന്നത്. ഈ ചർച്ചയിൽ താങ്കൾക്ക് സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്നതുമല്ല. SFIക്കാരാൽ ഒരാളും കേരളത്തിന്റെ ക്യാമ്പസിൽ കൊല്ലപ്പെട്ടിട്ടില്ല എന്നാണ് റഹീം താങ്കൾ പലതവണ ആവർത്തിച്ചതിനുള്ള ഒരു മറുപടി. അതവിടെ നിൽക്കട്ടെ, അതിന്റെ തർക്കത്തിലേക്കല്ല നമ്മൾ പോകുന്നത്. ഇവിടെ പക്ഷേ ഒരു ഗൗരവമായ പ്രശ്നം, വ്യക്തിപരമായ അടക്കം, താങ്കൾ അടക്കം സ്വാധീനിക്കപ്പെടുന്നു. അതാണ് ഇതിന്റെ അപകടകരമായ ഒരു തലം എന്നതാണ് റഹീം ആവർത്തിച്ചോർമ്മിപ്പിക്കുന്നത്. അതായത് ഈ റഹീമും താങ്കളോട് കൂടിയാൽ കേരളത്തിൽ പിന്നെ വേറൊരു ശബ്ദം വേണ്ട. ഈ റഹീമും താങ്കളും കൂടി ചേർന്നിട്ട് ന്യൂസ് റൂമിൽ ഇരുന്ന് താങ്കളോട് പറഞ്ഞ ലോകം മുഴുവൻ അത് അംഗീകരിക്കും ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ ഞാൻ തളർന്നു. കഴിഞ്ഞ ദിവസത്തെ ചർച്ചയെ പറ്റി ചില ഒന്ന് കേൾക്കും. ഞങ്ങളുടെ അടുത്തുള്ള ആ മൈക്ക് തീരെ ഭയങ്കര എക്കോ, യാതൊന്നും കേട്ടിട്ടില്ല. അതുകൊണ്ട് റഹീമിന് അതേ ന്യൂസ് റൂമിൽ ഇരിക്കുന്ന ആൾ താങ്കളെക്കാൾ അധികം, താങ്കൾ ഇപ്പോൾ 100% അദ്ദേഹത്തിന് ഭാഗത്ത്, മറ്റേ ആൾ 150%. ഇനി ആ കളവ് ഞാൻ പറഞ്ഞു, പച്ചക്കളവ്, ഇതിനെ നിങ്ങൾ സംസാരിക്കാൻ വിടണം, നിങ്ങൾ രണ്ടാളും ഒന്നിച്ചാൽ എനിക്കറിയാം. ഞാൻ ഇന്ന് എം എം അക്ബറിനെ വിളിച്ചു. താങ്കൾ നിയമത്തെ തോൽപ്പിച്ച് നടക്കുകയായിരുന്നോ? പച്ചക്കള്ളം. ആൾ പറയാം, എനിക്കൊരു അറസ്റ്റ് വാറന്റോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മെമ്മോ ആരെങ്കിലും ഉത്തരവാദപ്പെട്ടവർ എന്നോട് നിയമത്തിൽ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ എന്തിനു വരണം? അദ്ദേഹം അറിയാതെ ആസ്ട്രേലിയയിൽ നിന്ന് പിന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ, ഖത്തറിലേക്ക് പോകുമ്പോൾ അവിടെ ഇറങ്ങി തൂക്കി പിടിച്ച് കൊണ്ടുവന്നു. രണ്ടാമത് ഈ റഹീം പറയുന്നത്, റഹീം എന്നെ പറ്റി കള്ളം എന്നുള്ള വാക്ക് ഉപയോഗിച്ചതുകൊണ്ട് ഞാൻ ഉപയോഗിക്കാൻ വിചാരിച്ചല്ല. കാരണം അദ്ദേഹത്തിന്റെ യുവത്വത്തെ എനിക്ക് മാനിക്കേണ്ടത്, അദ്ദേഹം എൻ്റെ വാർദ്ധക്യത്തെ മാനിക്കണ്ടല്ലോ.
അതുകൊണ്ട് ഞാൻ പറയാം റഹീം ഈ കള്ളം എന്നൊക്കെ ബാക്കി എങ്ങനെ പറയാം ഇന്ന് ഈ താങ്കൾ പറയുന്നു ഈ എന്താ ശശികല ടീച്ചറും ശോഭാ സുരേന്ദ്രൻ അവർക്കെതിരും കേസെടുത്തു. അവരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചോ? 153A ആണ് MM അക്ബറിനെതിരെ കേസ്, ഇവർക്കെതിരുള്ള 153. അതുകൊണ്ട് വിളിപ്പിക്കേണ്ടിയില്ല. ഇങ്ങനെ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെച്ചാൽ മതി പോലീസ് സ്റ്റേഷനിൽ. എന്തുകൊണ്ട് ഈ കേരളത്തിലൂടെ ഇങ്ങനെ ഈ ഭരണകൂടത്തിന് മൂക്കിന്റെ മുമ്പിലൂടെ നടക്കുന്നതായ ശശികല ടീച്ചറോ ഒന്നും കൂടി വരിപ്പം തന്നെ പോവാന്ന് പറഞ്ഞുകൂടാ? അപ്പൊ അത് പറയാതിരിക്കുമ്പോൾ മുസ്ലിം ജനങ്ങളുടെ ഇടയിൽ മനസ്സിൽ പ്രയാസങ്ങളുണ്ടാവും. അപ്പൊ അതിന് മറുപടി. രണ്ട്, താങ്കൾ ചോദിച്ചൊരു ചോദ്യം, ഇവിടെ ഇന്ന് വരെ ഈ SFIക്കാരുടെ കൈ കൊണ്ട് ആരെങ്കിലും, ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഉണ്ട്, ഒരു റിയാസ് അമീൻ എന്ന് പറയുന്ന ആളുടെ സഹോദരൻ്റെത്, ഇന്നത്തെ സോഷ്യൽ മീഡിയ വായിക്കാം. മുട്ടൻ ആ പ്രദേശത്തുള്ള ഒരു പോളിടെക്നിക്കിൽ വെച്ച് ആ യുവാവിനെ തച്ച് ചതച്ച് കൊല്ലാനാക്കി 2.5 മാസം കൊണ്ട് ആ കുട്ടി അവിടെ നിന്ന് മരിക്കുന്നു. ആരുടെ കൈകളുണ്ട്? ബഹുമാനപ്പെട്ട പരിശുദ്ധമായ സഖാക്കളുടെ കൈകൾ കൊണ്ട്. ഇതുപോലത്തെ എത്ര സംഭവങ്ങളുണ്ട്, കാലുകൾ നഷ്ടപ്പെട്ട്. നാളെ ഒരു ചർച്ച അനുവദിക്കുകയാണെങ്കിൽ ഞാൻ മുഴുവൻ പേരും ലിസ്റ്റോടെ വായിക്കാം. അതുകൊണ്ട് അങ്ങനെ തെളിഞ്ഞ വെള്ളത്തിൽ SFI എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു വളരെ സാത്വികരായ ഒരു ഈ ഗാന്ധിജിയൊക്കെ ഉണ്ടാക്കിയെടുത്ത് അതൊന്നും പറയണ്ട. നിങ്ങൾ എല്ലാവരും നിങ്ങൾ മൂത്തതാണല്ലോ TB ചന്ദ്രശേഖരനെ കൊന്നത്. TB ചന്ദ്രശേഖരനും അരിയൽ ശുക്കൂറിനെയും വേറുള്ളവരൊക്കെ കൊന്ന് നിങ്ങളല്ലേ കേരളത്തിൽ ഏറ്റവും കൊലപാതകം നടത്തിയ ഇവിടുത്തെ STPക്കാരാ. നിങ്ങൾ STPനോട് ദേശീയ പറഞ്ഞോ, നിങ്ങൾ എത്ര കൊലപാതകം നടത്തി? നിങ്ങളും ഇവിടുത്തെ ഈ ഈ BJP തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല അരിഞ്ഞിട്ടല്ലേ തലശ്ശേരി ഉണ്ടാകുന്നത്. അതിനൊന്നും ഒരു കുഴപ്പമില്ല. അപ്പൊ അവർക്കെതിലൊന്നും ഒരു നടക്കും. പിന്നെ മതം മാത്രമല്ല കാരണം. ഇതുപോലുള്ളതായ പ്രത്യയശാസ്ത്രങ്ങളെ അന്ന് ഈ സ്റ്റാലിൻ ചെയ്തതുപോലെ, കംബോഡിയയിൽ മറ്റേ ചെയ്തതുപോലെ നിങ്ങൾ തലയോട്ടികൾ അന്വേഷിച്ച് നടക്കുന്ന പാരമ്പര്യം നിങ്ങൾക്കുണ്ട്. വല്ലാതെ തെളിഞ്ഞിൽ മുങ്ങണ്ട. എന്റെ സംശയമാണ്, റഹീമിന്റെ സംശയമല്ല. തീർച്ചയായും ആ ഇടതുപക്ഷ പോരായ്മകൾ വിമർശനത്തിന്റെ അടിസ്ഥാനത്തിന്റെ ഉൽപ്പന്നമാണ് ഈ മതപരമായ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന സാഹചര്യം എന്ന് താങ്കൾ ആവർത്തിക്കുന്നുണ്ടല്ലോ. അതാണ് അതിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു വെക്കുകയാണ് താങ്കൾ. അത് മുസ്ലിം സമുദായത്തിന്, സമൂഹത്തിന് ഗുണകരമാണോ? ഗുണകരമല്ല എങ്കിൽ അതിലല്ലേ താങ്കൾ അടക്കമുള്ളവർ ഊന്നൽ നൽകേണ്ടത്. ആ ഊന്നലിന് പകരം ഈ ന്യായീകരണം ചമയ്ക്കുമ്പോൾ ആ റിക്രൂട്ട്മെന്റും ആ ഭീകര നിലപാടുള്ളവർക്കുമാണ് അത് ഗുണകരമായി മാറുന്നത്. മുസ്ലിം സമുദായത്തിന് അത് അപകടകരമാണെങ്കിൽ അതിലല്ലേ താങ്കളെ പോലെയുള്ളവർ ഊന്നൽ നൽകേണ്ടത്. അതുണ്ടാവുന്നില്ലല്ലോ. നമ്മളിവിടെ യോഗം ചെയ്ത് ഈ ചർച്ച സംഘടിപ്പിച്ചത് SDPIക്കെതിരെ അനുശോചന പ്രമേയം പാസ്സാക്കാനോ അല്ലെങ്കിൽ അവരെ അപ്പലിപ്പിക്കാനോ അല്ല. എന്തുകൊണ്ട് ക്യാമ്പസ് രാഷ്ട്രീയം ഇപ്രകാരം അക്രമത്തിന് വഴിമാറുന്നു? എന്തുകൊണ്ട് SDPIയിലേക്ക് യുവാക്കൾ ആകർഷിക്കപ്പെടുന്നു? പലതരത്തിലുള്ള പ്രയാസങ്ങൾ. ഇപ്പൊ UAP ക്യാമ്പസിൽ നിന്ന് യുവാക്കൾ വിശ്വസിക്കുന്നുണ്ടോ താങ്കൾ? ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ ഓരോ വിശ്വാസമില്ലാത്തൊരു കാര്യം താങ്കളെ പോലെ ഒരാൾ ആവർത്തിക്കുന്നതിലൂടെ സംഭവിക്കുന്നത് മറ്റൊരു അപകടമാണ് ശ്രീ അബ്ദുള്ള. മൊത്തത്തിൽ ഞാൻ താങ്കളെ പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ടതല്ല, പക്ഷേ സംഭവിക്കുന്നതാണ്. അല്ല, ഞാൻ മൊത്തത്തിൽ ഓരോ വാചകത്തിലും SDPI ഞാൻ അപലപിക്കുന്നു. ഓരോ വാചകത്തിലും ഞാൻ SDPIക്കെതിരാണ് ഞാൻ പറയില്ല. ഞാൻ SDPIന്റെ രാഷ്ട്രീയത്തിനെതിരാണ്, തീർത്തും ഞാൻ എതിരാണ്. ഞാൻ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പോലും ഇടതുപക്ഷത്തിനാണ് ഞാൻ വോട്ട് ചെയ്യാറുള്ളത്. പരസ്യമായിട്ട് ഈ EMS 4ാം ലോകം എന്നാണ് എന്നെ വിളിച്ചത്. എന്റെ കൈമല് TK ഹംസക്ക് വോട്ട് ചെയ്തതിന്റെ മഷി കാണിച്ചു കൊടുത്തവനാ. അറിയാം നിങ്ങൾക്ക്? ഞാൻ താങ്കളുടെ ആ ഇന്റഗ്രിറ്റിയിലൊന്നുമല്ല ഞാൻ തർക്കിക്കുന്നത്. ഞാൻ പുതിയ സാഹചര്യത്തിൽ പുതിയ നിലപാടെടുക്കുന്നതിൽ കാണുന്ന ചില അപകടങ്ങൾ ഉണ്ട് എന്ന വിമർശനമാണ് ഉന്നയിച്ചത്. ഞാൻ റഹീമിലേക്ക് ഒരു കാര്യം, റഹീം, ഇതിന്റെ മറുഭാഗം സമുദായം എന്തുകൊണ്ട് അവരിലേക്ക് ഒരു വിഭാഗമെങ്കിലും ആകർഷിക്കപ്പെടുന്നു എന്നതിനാണ് ഞാൻ അതിലൊരു ആശങ്കയും താങ്കൾക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് ഞാൻ ആവർത്തിച്ചു പറഞ്ഞത്. ഈ ന്യൂനപക്ഷങ്ങളും ദളിതരും ഉത്തരേന്ത്യയിൽ സംഘപരിവാർ മുന്നേറ്റത്തിൽ സംഭവിക്കുന്ന പീഡനങ്ങൾ, ആക്രമണങ്ങൾ കേരളം ചോദ്യം ചെയ്യുമ്പോൾ ഈ തരം പ്രവർത്തനങ്ങൾ ഇവിടെ സംഭവിച്ചാൽ അവിടെ അവർ അനുഭവിക്കുന്നത് തന്നെയല്ലേ ഈ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഇവിടെ ചെയ്യുന്നത് എന്ന് പോപ്പുലർ ഫ്രണ്ടുകാരനോട് പറയേണ്ടി വരുന്നില്ലേ? SDPIക്കാരനോട് പറയേണ്ടി വരുന്നില്ലേ? അതുപോലെ തന്നെ അവരുടെ ആദ്യ രൂപമായി ക്യാമ്പസ് ഫ്രണ്ടിനോട് പറയേണ്ടി വരുന്നില്ലേ? ആ രൂപത്തിൽ ഒരു അപകടം പിടിച്ച പോക്ക് കേരളത്തിന് ചേർന്നതല്ല. വർഗീയത തുലയട്ടെ എന്ന് എഴുതിയ ആ ചെറുപ്പക്കാരൻ ഭഗത് സിംഗിനെ പോലെ ധീരനാണ് ശ്രീ അബ്ദുള്ള. അത് ഈ കാലത്തിന്റെ മുദ്രാവാക്യമല്ലേ? ആ ഭഗത് സിംഗിനെ പോലെ തന്നെ, അതെ, തീർച്ചയായും അതാണ്. അക്കാര്യത്തിൽ അഭിമന്യുവിന്റെ ഭാഗത്താണ് 100% വർഗീയത തുലയട്ടെ 1000 തവണ. മുസ്ലിം വർഗീയത, അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ രാഷ്ട്രീയമായി സംഘടിക്കുന്നത് ശരിയല്ല എന്ന് ഞാൻ പറയാൻ കാരണം
മുസ്ലിങ്ങൾ അവരുടെ സ്വത്വം നിലനിർത്താൻ സാംസ്കാരികമായും മതപരമായും ഒക്കെ ആയിക്കൊള്ളട്ടെ, രാഷ്ട്രീയമായി അവർ ഇവിടെ സംഘടിക്കുകയാണെങ്കിൽ അത് ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ഈ കോൺഗ്രസിനെ പോലെയുള്ളതായ മതേതര രാഷ്ട്രീയ ശക്തികൾക്ക് ഇവിടുത്തെ ഫാസിസ്റ്റ് മുന്നണിയെ നേരിടുന്നതിന് മുമ്പിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് അവർ സംഘടിക്കുന്നത് അത് വളരെ പോസിറ്റീവായ നിലപാടായി റഹീം നമുക്കെടുക്കാം. കാരണം രാഷ്ട്രീയ വഴിയിൽ ഇതല്ല സ്വീകരിക്കേണ്ടത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇടതുപക്ഷത്തോടൊപ്പവും മുഖ്യധാര രാഷ്ട്രീയത്തോടൊപ്പം കേരളത്തിലെ മുസ്ലിങ്ങൾ നിൽക്കണം എന്ന് പറഞ്ഞല്ലോ. ഏതായാലും പക്ഷേ ഇന്നിപ്പോൾ കുഞ്ഞാലിക്കുട്ടി അടക്കം ഉന്നയിച്ചൊരു വലിയ പ്രശ്നമുണ്ട്. ഈ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള SDPI സഹകരണം എന്ന് പറയുന്നത് മലപ്പുറത്തേക്ക് വരൂ, 1-2 പഞ്ചായത്തിന് ഇപ്പോൾ റഹീം പറയും, പക്ഷേ 10-12 ഇടത്ത് അതുണ്ട്. അതുപോലെ തന്നെ കൊടി കെട്ടാൻ സഹായിച്ചവരാണ് ഈ ഇത്തരം തീവ്രവാദ സംഘടനകളെ പൊന്നാനി ഉദാഹരിച്ചുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി പറയുന്നു. ഈ സംഭവങ്ങൾ അവിടുത്തെ പഞ്ചായത്തുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറയുന്നു. കൊണ്ടു നടക്കുന്നവർ തന്നെയാണ് കൊലക്കത്തിക്ക് ഇരയായത് എന്ന് പറയാൻ കുഞ്ഞാലിക്കുട്ടിയെ പോലെ ഒരാൾക്ക് കഴിയും വിധം ഒളിഞ്ഞും തെളിഞ്ഞും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ചെവിക്ക് പിടിച്ച് പുറത്തു കളയുന്ന മന്ത്രി തോമസ് ഐസക്കിന് പറയേണ്ടി വന്നത് നിങ്ങളുടെ ഇടയിൽ തന്നെ എവിടേക്കോ ഇത് ഈ ഒരു നുഴഞ്ഞുകയറ്റം സംഭവിച്ചിട്ടുണ്ട് എന്നതിൻ്റെ സമ്മതിക്കലല്ലേ? പച്ചക്കള്ളമാണ്. ഞാൻ പറഞ്ഞതാണ് അല്ല, PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. ഞാൻ PK കുഞ്ഞാലിക്കുട്ടിയോട് ഒരു കാര്യം മാത്രം പറയുന്നു, അങ്ങ് വേറൊന്നും നോക്കണ്ട. പോപ്പുലർ ഫ്രണ്ട് കഴിഞ്ഞ അങ്ങ് മത്സരിച്ച അദ്ദേഹം ഇപ്പോൾ MP ആണല്ലോ, അദ്ദേഹം MP ആയി മത്സരിച്ച ആ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് എന്തുകൊണ്ട് SDPIക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല? അതിന് തൊട്ട് മുമ്പ് നടന്ന അതേ ലോക്സഭാ മണ്ഡലത്തിലെ പൊതു തെരഞ്ഞെടുപ്പിൽ 40,000-ലധികം വോട്ട് SDPIക്ക് ഉണ്ടായിരുന്ന മണ്ഡലമാണെന്ന് ഓർക്കണം. മിസ്റ്റർ കുഞ്ഞാലിക്കുട്ടി നിങ്ങൾക്ക് വേണ്ടി അവർ ഒഴിഞ്ഞു തരികയും നിങ്ങളെയാണ് SDPI പിന്തുണയ്ക്കുന്നതെന്ന് പരസ്യമായി പറയുകയും ചെയ്തില്ലേ? ഇനി ഏതൊക്കെ പഞ്ചായത്തുകളുടെ കാര്യമാണ് പറയുന്നത്? ഒരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങൾ അവരുടെ മുമ്പിൽ വെട്ടേറ്റ് വീഴുന്നവരാണ്, ഞങ്ങൾ ഏറ്റുമുട്ടുന്നവരാണ്. അങ്ങനെയാണ് ഞങ്ങൾ അവരുമായി സന്ധി ചെയ്തിരുന്നത് എങ്കിൽ ഞങ്ങൾക്ക് അഭിമന്യുവിനെ നഷ്ടപ്പെട്ടില്ലായിരുന്നു, അഷ്റഫിനെ നഷ്ടപ്പെട്ടില്ലായിരുന്നു, AB വിജേഷിനെ നഷ്ടപ്പെട്ടില്ലായിരുന്നു, എത്രയെത്ര ചെറുപ്പക്കാർ ഇന്ന് ജീവച്ഛവുമായി കിടക്കില്ലായിരുന്നു, എത്ര പേരെയാണ് ഇവർ കൊന്നു തള്ളിയത്. അവിടെ അവരോട് ഏറ്റുമുട്ടി നിൽക്കുന്നവരാണ് ഞങ്ങൾ. പക്ഷെ മലപ്പുറത്ത് ഒരു മിനിറ്റ്, ഏത് മലപ്പുറത്ത് പഞ്ചായത്ത് പറ? ഇവരാകെ ഇത്രയും ദിവസമായി ഒരു കാര്യം, പച്ചക്കള്ളം ഉത്തരവാദിത്വമില്ലാതെ പറഞ്ഞു പോകരുത്. ഇവർ ഇതുവരെ പേരെടുത്ത് പറഞ്ഞിരുന്നത് മലപ്പുറത്തെ ഒരു പഞ്ചായത്തും തിരുവനന്തപുരത്തെ ഒരു പഞ്ചായത്തുമായി ബന്ധപ്പെടുത്തുകയാണ്. രണ്ടും പച്ചക്കള്ളമാണ്. ഒന്ന് പറപ്പൂർ പഞ്ചായത്ത്. പറപ്പൂർ പഞ്ചായത്തിൽ അവിടെ തുടർച്ചയായി ലീഗ് ഒറ്റയ്ക്ക് ജയിച്ച് ഭരിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. അവിടെ ലീഗ് വിരുദ്ധ ജനകീയ മുന്നണി ഞങ്ങൾ ഉണ്ടാക്കി. ആ ജനകീയ മുന്നണിയിൽ ഞങ്ങളോടൊപ്പം നിന്നതിൽ വിമത കോൺഗ്രസ് നേതാക്കളാണുള്ളത്. അതിൽ ഏതെങ്കിലും ഒരു SDPI കാരനുണ്ടോ? ഒരു മിനിറ്റ്, ഞാൻ ഒരു കാര്യം പറയാം. അവിടെ ചോദിച്ചത് നന്നായി. രണ്ട്, വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു പറയേണ്ട അവസരം തരണം. 2 ദിവസം രണ്ടാമതൊരു പ്രധാനപ്പെട്ട കാര്യം, അബ്ദുള്ള ചർച്ച അവസാനിക്കുന്നുണ്ടാണ്. താങ്കൾ എന്താണ് പറയാൻ ശ്രമിച്ചത് ഇപ്പോൾ? എനിക്കത് ശ്രീ അബ്ദുള്ള വേഗത്തിൽ. അല്ല, അതല്ല അദ്ദേഹം പറയും. പച്ചക്കള്ളം എന്ന വാക്ക് ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ സത്യം എത്ര ദിവസമായിട്ട് ഞാൻ ഇന്നലെയും പറഞ്ഞു ഒരു കാര്യം ഞാൻ പറയുന്നു. ഇത് വേറൊന്നും വേണ്ട. ഇവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ഒറ്റ കാര്യം, ഇവർ ചൂണ്ടിക്കാണിക്കുന്ന പഞ്ചായത്തുകളുണ്ട് എങ്കിൽ ആ പഞ്ചായത്തുകളിലേക്ക് ന്യൂസ് 18 ശൃംഖല ചെല്ലൂ. ശരി, നിങ്ങൾ ചെല്ലൂ. എന്നിട്ട് പറയൂ ഉണ്ടോ ഇല്ലേന്ന്. പച്ചക്കള്ളം വെറുതെ പറയാൻ. രണ്ട്, ക്യാമ്പസുകളാണ്. ഒരിടത്തുമില്ല. പറയട്ടെ, അതേസമയം ലീഗും KSUവും ഒരുമിച്ച് നിൽക്കുന്നതാണ് ഞാൻ കാണിച്ചുതരാം. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതെല്ലാം ഈ ഉണ്ടയില്ലാ വെടികൾ എന്തിനാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചത്? ഇവരെ സംരക്ഷിക്കാനല്ലേ? ഇന്ന് PK കുഞ്ഞാലിക്കുട്ടിയുടെ, ഇന്നലെ AK ആന്റണിയുടെ, ഇപ്പോൾ O അബ്ദുള്ളയുടെ, ഈ പറയുന്നവരുടെ എല്ലാം വർത്തമാനം ആത്യന്തികമായി ഒറ്റപ്പെട്ട് നിൽക്കുന്ന പോപ്പുലർ ഫ്രണ്ട് കൈകൊടുക്കലല്ലേ? ഏതായാലും പുതിയ സാഹചര്യത്തിൽ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ SDPI തെരുവിലിറങ്ങുന്നു, ഒരു സമരം സമ്മർദ്ദമായി തന്നെ മുന്നോട്ട് വെക്കുന്നു. അത് വിലപ്പോകുമോ എന്ന ചോദ്യവും ഈ ചർച്ചയുടെ ഭാഗമായി പ്രേക്ഷകർക്ക് മുമ്പാകെ വെച്ചിരുന്നു. വിലപ്പോകില്ല എന്ന നിലയിൽ 15%, പക്ഷേ അത്തരം സമര സമ്മർദ്ദ ഭീഷണികളെ ഗൗരവത്തോടെ കാണുന്ന 85% പ്രേക്ഷകരും ഇക്കാര്യത്തിലുണ്ട്. ശ്രീ O അബ്ദുള്ള, അതുപോലെ തന്നെ ശ്രീ A റഹീം ഞങ്ങളുമായി സഹകരിച്ചതിന് വളരെയധികം നന്ദി. വളരെ ഗൗരവമായ ഒരു വിഷയത്തിൽ കേരളം തുടർച്ചയായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അഭിപ്രായം പറയുകയാണ്. ഗൗരവമായ പ്രതിരോധത്തിൻ്റെ കാലത്ത് നിന്നാണ് പ്രൈം ഡിബേറ്റ് ഈ വിഷയം ഇപ്പോൾ ചർച്ച ചെയ്തത്. വളരെയധികം നന്ദി ശ്രീ അബ്ദുള്ളയ്ക്കും അതുപോലെ തന്നെ ശ്രീ റഹീമിനും ഞങ്ങളോട് സഹകരിച്ചതിന്. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നമസ്കാരം.